الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري الحمد لله ഇൻഷാല്ലാ ബിഇദ്നില്ലാ നമ്മൾ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് ഇൻഷാല്ലാ. ഇത് നമ്മുടെ മൂന്നാമത്തെ ബാച്ചാണ്. TQ എഡ്യൂടെക്കിന്റെ കീഴിൽ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിന്റെ മൂന്നാമത്തെ ഗ്രൂപ്പാണിത്. ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ കയറി വന്നപ്പം അതൊരു നമ്മുടെ ഇസ്ലാമിക രീതിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റി. നമ്മളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു മേഖലയിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവർക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അതിലൂടെ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ ബാച്ചിൽ കയറിയ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഫസ്റ്റ് ബാച്ച് ക്ലിയർ ചെയ്ത ആരെങ്കിലും ഇതിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആരെങ്കിലും ഉണ്ടോ? റജീല ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, റജീല ആദ്യത്തെ ബാച്ചിൽ കയറി വന്ന ഒരാളായിരുന്നു. റജീലന്റെ ചേഞ്ച് നമ്മൾ കണ്ടതാണ്. നമ്മളെ ഗ്രൂപ്പില് റജീല സ്റ്റാർട്ടിങ് വന്നപ്പോ സമയത്തുള്ള റജീല ഉണ്ടാക്കിയിരുന്ന പോസ്റ്റേഴ്സും ഒക്കെ ഇന്ന് റജീല ഉണ്ടാക്കുന്ന പോസ്റ്റേഴ്സ് ക്വാളിറ്റി ലെവലിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വലിയ വലിയ ഓർഗനൈസേഷനെ വെച്ച് നമ്മൾ ആ പോസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പം ഇന്ന് കിട്ടുന്ന ആ ക്വാളിറ്റി നിങ്ങൾക്കിപ്പോ ഇന്ന് വന്ന ഈ ഒരു മെസ്സേജ് വന്ന ഈ ഒരു പോസ്റ്റർ അത് അവരുണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പം ആ ഒരു ക്വാളിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് പിന്നിൽ 3 മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും ആ കോഴ്സിലൂടെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. ഓക്കെ, ആ തെളിയിക്കപ്പെട്ടതിന്റെ ഒരു ഒന്നാമത്തെ സൈനാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ആ ഒരു മെസ്സേജും TQന്റെ കീഴിലുള്ള മൂന്നാമത്തെ ബാച്ചിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റിന്റെ പോസ്റ്റർ നിങ്ങൾക്ക് വന്നത് അതിലൂടെയാണ്. അപ്പം നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും അതിനെ എത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു മേഖല നിങ്ങൾ ചിലപ്പം ഒരു പോസ്റ്ററായിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന മേഖല വൈഡ് ആയിട്ടുള്ള ഒരു പഠന സംവിധാനമാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് നമ്മുടെ ടീച്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും അതിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങൾക്ക് കരിയർ ലെവലിലാണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം ബിസിനസ് ചെയ്യുന്നവരും അതുപോലെ ചെറിയ ചെറിയ രീതിയിൽ എന്റർപ്രണർഷിപ്പിലേക്ക് കടന്നു വന്ന ഒരുപാട് സഹോദരിമാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവർക്കൊക്കെ ഇത് എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല സ്വന്തമായിട്ട് അധികം ചെലവില്ലാതെ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് നമ്മളിപ്പം പുറത്തുനിന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ നമ്മൾ ഹയർ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് എത്ര കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം ആ ഒരു കപ്പാസിറ്റി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറ്റും. അതേസമയം പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്ത് ചെയ്യാനും പറ്റും. സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന എല്ലാ ബിസിനസ് എന്റർപ്രണേഴ്സിൻ്റെയും ഏറ്റവും നല്ല ഒരു സംവിധാനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനും കഴിയും. അത് മാത്രമല്ല നിങ്ങൾക്കൊരു ജോബ് റിലേറ്റഡ് ആയിക്കൊണ്ട് ഒരു ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ജീവിത മാർഗമായിക്കൊണ്ടും ജോബായിക്കൊണ്ടും
ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പഠന മേഖല തന്നെയാണിത്. ഒരു കരിയർ ഓറിയന്റഡ് ആയിക്കൊണ്ടുള്ള ഒരു പഠന മേഖലയാണ്. അപ്പം അതും 3 മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു പഠന മേഖലയിൽ നമ്മൾ ചെയ്യുമ്പം TQവിന്റെ കീഴിൽ ചെയ്യുമ്പം വളരെ ചെറിയ ഫീസ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഇത് തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നത് അവര് 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ അവര് ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഈ ഒരു പഠന സംവിധാനം അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. എന്നാൽ അതിനെ നിങ്ങൾ TQവിന്റെ കീഴിലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പഠന സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അഷീത ടീച്ചർ നിങ്ങൾക്ക് ഓറിയന്റേഷൻ എടുക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ല അഷീത ടീച്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ആഴ്ചയിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ് മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാലോ വീക്കിലി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കും ഒക്കെ തന്നുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഞങ്ങളുടെ ഒരു പരിശ്രമമാണ്. എല്ലാവരും വിജയിപ്പിക്കുക. ഞാൻ അഷിത ടീച്ചറിനെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നതായിരിക്കും. റജീല ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഇതിൽ ഇട്ട് വെക്കണം കേട്ടോ. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. ഹലോ, ഞാനാണ് അഷിത. മാം ഇത് പറഞ്ഞ നിങ്ങളുടെ ട്രെയിനറായിട്ട് ഇനി വരാൻ പോകുന്ന ആള് ഞാനായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം സ്ക്രീന്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഞാൻ അങ്ങോട്ടേക്ക് മാത്രം പറയുന്ന ഒരു സംഭവമാണെങ്കിൽ ഇതിലിരിക്കുന്ന ബാക്കി എല്ലാവർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ പോകാം. ആരും മടിക്കേണ്ടതോ സംസാരിക്കാതിരിക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്താ ഞാൻ ചോദിക്കുന്നതിന് ആരെങ്കിലും ഒക്കെ റിപ്ലൈ തന്നാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് കേട്ടാൽ അതിനെക്കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? എന്തും ലൈക്ക് നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് അറിയുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? അസ്സലാമു വറഹ്മത്തുള്ള. എന്റെ പേര് ഫാത്തിമ എന്നാണ്. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാല് നമുക്ക് ഒന്നുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എത്തിക്കാനൊക്കെ ഈസി ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതെ അതെ, അത് തന്നെയാണ്. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു വൺ ലൈൻ ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്ന നേരം ഈ ഒരു സാധനം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലുള്ള ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. മേ ബി നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്നവരുള്ള പോസ്റ്റേഴ്സ് ആവാം. പോസ്റ്റർ പറയുമ്പോൾ മാർക്കറ്റിംഗ് ആണ്, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. പക്ഷെ ആ മാർക്കറ്റിംഗ് ടെക്നിക്സിലൂടെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന ഒരാളാണെങ്കിൽ, ഇല്ലെ മൊബൈലിൽ ചുമ്മാ എന്തെങ്കിലും കാണുന്ന ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഈ മാർക്കറ്റിങ്ങിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം നമ്മളുടെ ഈ വേൾഡിൽ തന്നെയുള്ള ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരു ഡേയിൽ
ഒരു വട്ടമെങ്കിലും ഈ ഒരു സാധനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അറിയാം, ലൈക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ ഒരു എക്കോണമിക്കൽ സിസ്റ്റം ആണെങ്കിലും സോഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഒക്കെ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇപ്പം നിലകൊള്ളുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ എടുത്തു നോക്കുക, നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ഇപ്പൊ ഓറിയന്റേഷൻ സെഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിലൂടെയാണ്. വാട്സപ്പിൽ നമ്മൾ അഡ്മിഷൻ എന്നുള്ള ഒരു അഡ്മിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിലൂടെ ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ ഓറിയന്റേഷൻ സെഷനിലേക്ക് വരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇതിനെടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സാധനമാണെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് കൊള്ളാം ഇതൊന്ന് നോക്കാം എന്നുള്ള സാധനമാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ അഡ്മിന് മെസ്സേജ് അയക്കും. അങ്ങനെ അങ്ങനെ പോകും. അപ്പം ഇതാണ് ആക്ച്വലി വൺ ഓഫ് ലൈക്ക് ഇപ്പൊ ഇതില് ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാട്സപ്പ് മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു ടെക്നിക്കിലൂടെയാണ്. അപ്പൊ ഇത് ചുമ്മാ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആർക്കെങ്കിലും ബിസിനസ് അല്ലെ ഫാമിലിക്ക് ബിസിനസ് അല്ലെ സ്വന്തമായിട്ട് ബിസിനസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ബിസിനസ് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതില് മടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ചെറിയൊരു ബെഡ്ഷീറ്റും കാർപ്പറ്റ്സ് അതിന്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഓക്കെ, അതില് ഇപ്പൊ നിങ്ങൾക്ക് ലൈക്ക് സോഷ്യൽ മീഡിയ പേജസ് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഉണ്ട്, പക്ഷെ അത്ര ഇതൊന്നുമില്ല, അധിക കണ്ടന്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ബാക്കി ഫുള്ള് സ്റ്റാറ്റസ് ത്രൂ തന്നെയാണ് സെയിൽ ആവണത്. അതാണ് നമുക്കിപ്പം ചില സാധനങ്ങൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ത്രൂ നന്നായിട്ട് പിച്ച് ചെയ്താലായിരിക്കും അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക. ചിലത് നമുക്കിപ്പം വാട്സപ്പ് വഴിയായിരിക്കും, അല്ല നമുക്കിപ്പം ചില സാധനങ്ങൾ ഫേസ്ബുക്ക് ത്രൂ ആയിരിക്കും, ചില സാധനങ്ങൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും. ഇതൊന്നും കൂടാതെ യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒരു നട്ഷൽ ആയിട്ടായിരിക്കും ക്ലാസ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് എന്താണ്, ഓരോന്നിൽ എന്തൊക്കെയാണ്. നമ്മളിപ്പം ഇയാൾ പറഞ്ഞതുപോലെ ഇയാൾക്ക് ഒരു ബെഡ്ഷീറ്റ് ഇത് ഒരു ബിസിനസ് ഉണ്ട് വിചാരിക്കുക. വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ ബിസിനസ് പ്ലാൻ മനസ്സിലുള്ള ആൾക്കാരായിരിക്കും, ഫാമിലിയിൽ ബിസിനസ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ കഴിഞ്ഞ 2 ബാച്ചിലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം ഒരു പിടി മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈവൻ വെബ്സൈറ്റിലേക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ വരെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ലൈക്ക് എക്സ് സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പൊ ഉണ്ട്. സോ ആ ലെവലിലേക്ക്, അതായത് ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇയാൾ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാമില് പേജുള്ള ഒരു പോസ്റ്റേഴ്സ് മാത്രം ഇട്ട് വല്ലപ്പോഴും ഒക്കെ ഒരു ആഡ് ഒക്കെ റണ്ണാക്കിയ ഒരാൾ, അതല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്ന് ഇപ്പൊ അത്യാവശ്യം ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ വരെ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നത്, ചിലപ്പം ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾക്ക് ഒന്നും അറിയില്ലായിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് പോലും അറിയില്ലായിരിക്കും. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ ആകെ ഒരു 6 months 7 months ഫിസിക്കലി പോയി ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ എന്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാർക്കറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഇപ്പം എന്റെ ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി കൂടാതെ ഇപ്പം AI കുറിച്ചിട്ട് കേട്ടവർ ഉണ്ടാവുമല്ലോ അല്ലെ? ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ടോ? യെസ് മാം, യൂസ് ചെയ്യലുണ്ട്. അപ്പം ഇപ്പം നമുക്കിപ്പം ലാംഗ്വേജ് അത്ര അറിയാത്ത ആൾക്കാരാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനം ഇല്ലാത്ത, അല്ലെങ്കിൽ മലയാളത്തിലും വലിയ പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് ഇന്നത്തെ വേൾഡിൽ ചില ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളില് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. അതിൽ നമ്മുടെ ലാംഗ്വേജ് ബാരിയറോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള ആ ഒരു ഇൻസെക്യൂർഡ് സാധനങ്ങളൊക്കെ നമുക്ക് മറികടന്ന് വരാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാണ്, ഒരു പാരഗ്രാഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് AI വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. AIനോട് പോയിട്ട്
ക്രിയേറ്റ് എ പാരഗ്രാഫ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇല്ല മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എഴുതൂ. അങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷിലുള്ള റിസൾട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. ആ ലെവലിലേക്ക് ഇന്ന് നമ്മളുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് തന്നെ, ഞാൻ ആ എക്സാമ്പിൾസ് വെച്ച് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആ കണക്ഷൻ കിട്ടുമല്ലോ വിചാരിച്ചിട്ടാ. അങ്ങനെ അതായത് ലാംഗ്വേജ് ഒന്നും വലിയ അറിയാത്ത ആൾക്കാർ, നമ്മളിപ്പോ എക്സാം വെക്കുമ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ബേസിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഓറിയന്റേഷൻ സെഷനിലേക്ക് വന്നിട്ടുണ്ടാവാം. ആ ഒരു ബേസിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ലെവൽ ഓഫ് നോളജ് മതി നിങ്ങൾക്ക് ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സാധനം ലൈക്ക് ആ ഒരു നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു സാധനം അതാ പറഞ്ഞത്. സോ നമ്മൾ മാർക്കറ്റിംഗ് ലൈക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് മാം പ്രീവിയസ്ലി പറഞ്ഞതുപോലെ 3 months കോഴ്സ് ആയിരിക്കും. 3 മാസം. അതില് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവാം. ആ ക്ലാസ്സിൽ നമ്മൾ ഓരോ സെഷൻ ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കും. ആ കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ ആ സെഷനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് നിങ്ങൾക്ക് തരും. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്ലസ് ലൈക്ക് എന്താണോ അസൈൻമെന്റ്സ് ഉള്ളത്, അസൈൻമെന്റ്സ് നിങ്ങൾക്ക് തരുന്നത് മെയിൻ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പ്രാക്ടിക്കലി അത് നിങ്ങൾക്ക് അറിഞ്ഞെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും നിങ്ങൾക്ക് തരാം. അതെങ്ങനെ ചെയ്യണം ചില എല്ലാത്തിൻ്റെയും അല്ല, മെയിൻ ആയിട്ടുള്ള ഇപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. മെജോറിറ്റി ഒരു 70% സാധനത്തിന്റെയും സ്ക്രീൻ റെക്കോർഡിങ്സ് അയച്ചു തരും. പോരാത്തതിന് ഇന്നിപ്പം ക്ലാസ് കഴിയുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കിട്ടുകയാണെങ്കിൽ ഒരു 3-4 ദിവസം ആ റെക്കോർഡഡ് സെഷൻ കേൾക്കും. റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് ലൈഫ് ടൈം കിട്ടുക അങ്ങനെയല്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആരും കേൾക്കത്തില്ല. ഞാനാണെങ്കിലും ഇപ്പൊ അടുത്ത് ഒരു കോഴ്സിന് ചേർന്നിട്ട് അതൊരു 6 months എനിക്ക് ലൈവ് സെഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ആ 6 months ഞാനാകെ 1-2 ക്ലാസ് ആയിട്ടാ കണ്ടത്. കാരണം അത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പിന്നെ കാണാന്ന് വിചാരിക്കും. അത് പിന്നെ നമ്മൾ കാണില്ല. സോ അങ്ങനത്തെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു 4 daysലേക്കായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ആ സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടാൻ പോകുന്നത്. ആ ഡേ കൊണ്ട് നിങ്ങൾ ആ സ്ക്രീൻ റെക്കോർഡിംഗ് ലൈക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ഓരോ ക്ലാസ്സും കണ്ടിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഒരു ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റിന്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ഈ ക്ലാസ്സിൽ ഞാൻ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് എടുക്കുകയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ വെബ് ആയിരിക്കും എടുക്കുക. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് ആ കണ്ടിന്യൂറ്റിന്റെ പ്രശ്നം വരില്ല. പക്ഷെ ഈച്ച് ആൻഡ് എവറി സാധനം നിങ്ങൾ കണ്ടിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എല്ലാ സാധനവും നിങ്ങൾക്ക് അറിഞ്ഞു ഓക്കെ എല്ലാ അസൈൻമെന്റ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു എൻഷ്യൂരിറ്റി നിങ്ങൾക്കും ഞങ്ങൾക്കും വരുള്ളൂ. സോ അത് അങ്ങനെയാണ് നമ്മളെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് 2 എക്സാം ഉണ്ടാകും. ആ എക്സാമും ക്രാക്ക് ചെയ്തിട്ട് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് ജസ്റ്റ് ഒരു നട്ട്ഷൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം നമ്മൾ ഇപ്പം ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലേക്ക്. അപ്പൊ ഇപ്പം കഴിഞ്ഞ 2 ബാച്ചൊന്നും നമ്മളിപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്ത ഒരാളാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കറക്റ്റ് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളൊരു ഇന്റേൺഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അതിന് കുറച്ച് ലൈക്ക് കുറച്ച് പോളിസീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഒരു 1 month ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി നമ്മളുടെ TQന്റെ അണ്ടർ തന്നെ നിങ്ങൾക്ക് വിത്ത് എക്സ്പീരിയൻസോട് കൂടി ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് ഞാൻ എടുത്തു പറയാണ് പിന്നെയും എല്ലാ സ്റ്റുഡൻസിനുമല്ല, നന്നായിട്ട് ലൈക്ക് എല്ലാ സാധനങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ആ ഫെസിലിറ്റി നമ്മൾ ഒരുക്കാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ കഴിയുന്നതോടുകൂടി എന്തുകൊണ്ട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് TQ എഡ്യൂടെക്കിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇമ്പോർട്ടന്റ് ആകുന്നു, എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് പെർഫെക്റ്റ് ആവുന്നു ചോദിച്ചാൽ, ഇപ്പം കഴിഞ്ഞ ഫെബിൻ മാം പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പം അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കറിയാം ഫീസിൻ്റെത് എത്രത്തോളം ഉയർന്ന ഫീസാണ് ഇപ്പം ചുറ്റുമുള്ള എല്ലാവരും മേടിക്കുന്നത്. ഒരു ലൈക്ക് റിനൗണ്ട് ആയിട്ടുള്ള നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ വരുന്ന എല്ലാ ഇതിലും
മോർ ദാൻ 50,000 ലൈക്ക് 50,000 ആയിരിക്കും അവർ ഈടാക്കാൻ പോകുന്ന ചാർജ്. അതിപ്പം വീക്കെൻഡ് ക്ലാസ് ആണെങ്കിലും ഫുൾ ഡേ ക്ലാസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു ചാർജ് ആയിരിക്കും. ഈ ഒരു ചാർജിന്റെ അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു അറൌണ്ട് 50,000 ആയിരിക്കും. 50,000 കുറവ് കിട്ടും സ്റ്റാർട്ടിങ്. 60, 80, 1 lakh, 1.5 lakhs ഒക്കെ കൊടുത്ത് പഠിക്കുന്ന പിള്ളേർ കുറേ ഉണ്ട്. മെയിൻ ആയിട്ട് ഇത് ഞാൻ ഫുൾ ഡേ ക്ലാസ്സിന് പോയ ഒരാളാണ്. ആ ഫുൾ ഡേ ക്ലാസ്സിന് പോയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായ സാധനം ഇത് ഫുൾ ഡേ കേൾക്കാനില്ല. പഠിക്കാൻ നമുക്ക് കുറച്ചേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യാനാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പൊ ഒരാൾ നമുക്കിപ്പോൾ ട്രെയിൻ ചെയ്ത് തരികയാണെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ടൈം വളരെ കുറവാണ്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ സാധനം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കതൊന്ന് നമ്മൾ പഠിച്ചു എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എത്ര ക്ലാസ് കേട്ടാലും എത്ര ഇതാക്കിയാലും ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു വെബ് ഇതാക്കുകയാണ്, വെബിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇരുന്നാൽ എന്താണ് വെബ്സൈറ്റ്, എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഡൊമൈനും ഹോസ്റ്റിംഗ് സ്പേസ് ഒക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മെറ്റാ ആഡ്സ് റൺ ചെയ്യുന്നു. മെറ്റാ ആഡ്സ് റൺ ചെയ്യുമ്പോൾ എനിക്ക് ആകെ അവിടെ നിന്ന് കിട്ടിയ ക്ലാസ് 3 days ക്ലാസ് ആണ്. എനിക്ക് മെറ്റാ ആഡ്സ് റൺ ചെയ്യാൻ കിട്ടിയ ക്ലാസ് 3 days ക്ലാസ്സിലും ഹാഫ് ഡേ അവർ ക്ലാസ് എടുക്കുള്ളൂ, ബാക്കി നമ്മളോട് നോക്കാനാ പറയാ. അപ്പൊ നോക്കുമ്പോൾ വളരെ കുറച്ച് ടൈമേ അവരെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതും ഡേ ബൈ ഡേ നമുക്കിത് മെറ്റയും ഗൂഗിൾ ആണെങ്കിലും ഓരോ അപ്ഡേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ ബാക്കി നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിപ്പം ഒരു മാർക്കറ്റിങ്ങിന്റെ ബാക്കി ഏതെങ്കിലും കോഴ്സിന് ഇങ്ങനത്തെ ഒരു ഫ്ലക്ച്വേഷൻ സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന് ഭയങ്കര, അതായത് ഇന്ന് ഞാനിപ്പം ഒരു 3 മാസം മുന്നേ പഠിച്ചിറങ്ങിയ ആളാണെങ്കിൽ ഇന്ന് ഞാൻ ആ സാധനം എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, മേജർ മാറ്റങ്ങളല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റാക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മളെ TQ എഡ്യൂടെക്കിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഈ സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഞാനിപ്പം ആരോട് പറയുന്നേരം ഞാൻ പറയുന്ന സാധനമാണ്, ഇത്ര അഫോർഡബിൾ ആയിട്ട് വേറെ ടീംസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ സാധനം എത്തണം, എല്ലാവർക്കും ഈ സാധനം പഠിക്കാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫെബിൻ മാം ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റൂ ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ. അൽഹംദുലില്ലാ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഫീസിന്റെ സ്ട്രക്ചർ എക്സാക്ട്ലി നെക്സ്റ്റ് ലൈക്ക് നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അഡ്മിഷൻ ഗ്രൂപ്പിലേക്ക് അയച്ചാലായിരിക്കും നിങ്ങളോട് എക്സാക്ട്ലി പറയാട്ടോ. സെൽവ ബഷീർ, ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടു, നിങ്ങൾക്ക് അപ്പോഴാട്ടോ പറഞ്ഞു തരാം എത്രയാണ് എക്സാക്ട് എന്നുള്ളത്. സോ എന്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അതാണ് നമുക്ക് ഇനി വരുന്ന ഇതിലൊക്കെ നോക്കാനുള്ളത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ദുബായിലുള്ള ഒരാളാണ്, GCC കൺട്രിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, GCC കൺട്രിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിലുള്ള വർക്ക് എടുക്കാൻ പറ്റും. അല്ല നിങ്ങളിപ്പോ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ അപ്രോച്ച് ചെയ്ത് ഒരു ദുബായ് കമ്പനി നിങ്ങളുടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ വർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോ ഈ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഒരു ജോബ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് തന്നെ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് കിട്ടും, പാർട്ട് ടൈം ആയിട്ട് കിട്ടും, ഫുൾ ടൈം ആയിട്ട് കിട്ടും. ഫുൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഒരു ഓഫീസിൽ പോയി ചെയ്യുന്നതാണെങ്കിൽ 9 to 6 ജോബ് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. അല്ല പാർട്ട് ടൈം ആയിട്ട് ചിലപ്പോൾ കിട്ടും. ഇപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു 2 മണിക്കൂർ കോഴ്സ്. 2 മണിക്കൂർ ഇപ്പം കോണ്ടന്റ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്ത ഒരാളാണെങ്കിൽ 2 മണിക്കൂർ അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കോണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് മേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളുടെ ചുറ്റും നോക്കിയാൽ തന്നെ ഈ ലോക്കൽ ലെവൽ തന്നെ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെ നമുക്ക് ഹൈ എൻഡ് ആൾക്കാരൊന്നും ചിലപ്പം ചില ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കോണ്ടാക്ട്സ് കൊണ്ട് വലിയ ആൾക്കാരൊക്കെ നമുക്ക് മുട്ടാൻ പറ്റും. അല്ലാണ്ട് ഒരു മിനിമം ലെവലിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സൂപ്പർ മാർക്കറ്റ്സ് നോക്കുക, റെഡിമെയ്ഡ് ഷോപ്സ് നോക്കുക, അവരെ പോയിട്ട് സീക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പോസ്റ്റർ മേക്കിംഗ് നമ്മളെ കോഴ്സിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് ഞാൻ വരുന്ന സ്ലൈഡ്സിൽ കാണിച്ചു തരാം കേട്ടോ. പോസ്റ്റർ മേക്കിന്റെ ഡിസൈനിന്റെ ബേസിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഫ്രീലാൻസ്, പാർട്ട് ടൈം, അങ്ങനെ ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ നമ്മള്
പെർ വർക്കിന് നമുക്ക് പൈസ കിട്ടുന്ന വർക്കാണ് ഫ്രീലാൻസ് ആയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ, എൻ്റെ ഡിഗ്രി ടൈമിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഫ്രീലാൻസ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യാണ്, ഇപ്പൊ പോസ്റ്റേഴ്സിന്റെ ഫ്രീലാൻസ് നോക്കാം, അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗിന്റെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്രീലാൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പെർ വർക്കിനായിരിക്കും നമുക്ക് പൈസ കിട്ടുക. ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ട്രാറ്റജിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോണ്ടന്റിനായിരിക്കും നമുക്ക് പൈസ കിട്ടുക. നമ്മൾ അവരായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ആ വർക്ക് അവർ നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു, നമ്മൾ ആ പേയ്മെന്റ് മേടിക്കുന്നു. അല്ലാതെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ പാർട്ട് ടൈം കമ്മിറ്റ്മെന്റ് അങ്ങനെയൊന്നുമില്ല. അതാണ് ഫ്രീലാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു കുഞ്ഞു ബിസിനസ്, ഇപ്പൊ ഇയാൾ പറഞ്ഞതുപോലെ അയാളുടെ ബെഡ്ഷീറ്റ് ബിസിനസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഈ ബിസിനസ് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇത് കിക്ക് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇതിന് റിക്വയർഡ് അല്ല. ഇപ്പം ഭയങ്കരമായിട്ട് ലാപ്പ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഭയങ്കരമായിട്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാരും നമ്മളുടെ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പം ഏറ്റവും ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം ചില ആൾക്കാർ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഭയങ്കര വെറീഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. അയ്യോ എനിക്ക് ഇപ്പൊ സിസ്റ്റം ആണെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ആണെങ്കിൽ എനിക്കൊന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയത്തില്ല, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ക്ലാസ്സിന്റെ എൻഡോട് കൂടി അവരതില് ഭയങ്കരമായിട്ടൊന്നല്ലെങ്കിലും ഒരു മീഡിയം ലെവലിലേക്ക് അവരുടെ നോളജും അവരുടെ ഈ പ്രാക്ടീസിലൂടെ അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് മാറാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കും ഉണ്ട്. അപ്പൊ അതാണ് ടെക്നോളജിക്കൽ, ചിലപ്പം കുറച്ചുകൂടി ഏജ്ഡ് ആൾക്കാരാണെങ്കിൽ അവർ വെറീഡ് ആയിരിക്കും. അത് വെറീഡ് ആവണം. നമുക്കിപ്പം 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആള് മുതൽ ഒരു 55 ഇയേഴ്സ് ഓൾഡ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ എബവ് 50 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഏജോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നോളജിന്റെ ലിമിറ്റേഷൻസോ ഒന്നും ഇതിലൊരു ബാരിയർ ആയിട്ട് കാണേണ്ടതില്ല. പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യും എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ ഇതിന്റെ നീഷേഴ്സ് നിങ്ങൾ നോക്കും. അപ്പൊ ഇത് ഒറ്റ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് ഒന്ന്, ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? ലിങ്ക്ഡിൻ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ട് മാം. യെസ്, കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് ലിങ്ക്ഡിനെ കുറിച്ചൊരു ഐഡിയ ഞാൻ തരും. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു സാധനമൊക്കെ ഞാൻ കാണിച്ചു തരും. ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ. അത് പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കിപ്പം ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടണമെങ്കിൽ കമ്പനിയുടെ മാനേജേഴ്സിനോട്, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ ആണെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡിനോട് പോയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വർക്ക് കിട്ടാനും നമുക്ക് അപ്ലൈ ചെയ്യാനും, അല്ലാതെ ഇപ്പം ഒരു മാർക്കറ്റിംഗ് ആണ് നമ്മളുടെ ഫീൽഡെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാൽ അവരിടുന്ന പോസ്റ്റേഴ്സ്, പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ്, ഇപ്പൊ മെറ്റ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റഗ്രാം ഒക്കെ ഡേ ബൈ ഡേ അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കും. അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഈസിലി ഒരു പ്രൊഫഷണൽ വേയിൽ അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ആ ലിങ്ക്ഡിനിൽ കയറിയിട്ട് ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനി, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ളിൽ തന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്, കോണ്ടന്റ് റൈറ്റർ, ക്രിയേറ്റീവ് റൈറ്റർ, അല്ലെങ്കിൽ വെബ് ഡിസൈനർ, അങ്ങനെ തുടങ്ങി ഇപ്പൊ SEO അനലിസ്റ്റ്, അങ്ങനെ സോഷ്യൽ മീഡിയ മാനേജർ, അങ്ങനെ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഭയങ്കര നോളജ് ഒന്നും ഇല്ല വിചാരിക്കുക, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉള്ളൂ. അതിന് വരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്, നമുക്ക് ഒത്ര ഒരു ഐഡിയ ഇല്ലെങ്കിൽ
നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് ഉണ്ടാവൂലേ, അതിനിപ്പം നമുക്ക് പ്രോപ്പർലി നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ ആളൊന്നുമല്ല, പക്ഷെ ആൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആളിപ്പോ ഒരു ഗോൾഡ് ഷോപ്പില് ചാറ്റ് ബോട്ട് ഉണ്ടാവും, ചാറ്റ് ബോട്ടിനെ നിയന്ത്രിക്കുന്ന ഒരാൾ. അതായത് ഇപ്പം മെസ്സേജ് ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ മാനുവലി മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല, ചാറ്റ് ബോട്ട് ഉള്ളത് കൊണ്ട് ചാറ്റ് ബോട്ടിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത്. അവൾ ദുബായ് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാലിക്കറ്റ്, എന്റെ നാട് കാലിക്കറ്റ് ആണ്, കാലിക്കറ്റ് ഇരുന്നിട്ട് ദുബായ് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത് അവൾ അങ്ങനെയാണ്. ജസ്റ്റ് ഒരു ക്ലിക്കില് ചാറ്റ് ബോട്ട് ആക്കാന്നുള്ളത്. അവളുടെ ലൈക്ക് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. അങ്ങനെ വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കോണ്ടന്റ് റൈറ്റർ, സോഷ്യൽ മീഡിയ മാനേജർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നിന്നും എബ്രോഡിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടാനും നമുക്ക് പറ്റും. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വേറൊരു ഇതായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കുള്ളത്. ഇനി നമുക്ക് ബിസിനസ് പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. അല്ലാതെ നമുക്കിപ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് പ്രീവിയസ് ആയി സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്, ആൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിന് പോകണമെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യണമെന്നോ ഒന്നും വലിയ നിർബന്ധമില്ല. ആളുടെ ഹസ്ബൻഡിനൊരു ബിസിനസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. എനിക്ക് തോന്നുന്നു GCC ഏതോ കൺട്രിയിലായിരുന്നു, ദുബായ് ഓർ സൗദി അറേബ്യ ഏതോ ഒന്നാണ്. അപ്പോൾ അവിടെ ആൾക്ക് ഒരു അത്യാവശ്യം ഒരു ഓഫീസിൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ബിൽഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പുറത്തൊരാൾക്ക് വർക്ക് കൊടുക്കണം. അപ്പോൾ ഇവർ പറ്റിക്കപ്പെടുകയാണ് ഈച്ച് ആൻഡ് എവറി ടൈം. ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സോ ഇവർ പഠിക്കാൻ വന്നു, ലൈക്ക് വൈഫിന് ഈ കോഴ്സിന് ചേർത്തു. എന്നിട്ട് ഇത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഇപ്പം ഒരു ടീമിനെ ഹയർ ചെയ്ത് അവരെ കൂടെ തന്നെ നിന്നിട്ട് ജസ്റ്റ് അവരെ ലീഡ് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ പറ്റിക്കപ്പെടാതെ. കാരണം ഇപ്പം കാലിക്കറ്റ് തന്നെ GCCയിലൊക്കെ നമുക്ക് നല്ല ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാലിക്കറ്റ് തന്നെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ജസ്റ്റ് നമ്മളൊരു വീഡിയോ മാർക്കറ്റിംഗ് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ മന്ത്ലി 12 വീഡിയോക്ക് 80,000 അല്ലെ 90,000 ഈടാക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെന്റ് ആവും. മൊത്തത്തിലുള്ള മാർക്കറ്റിംഗ് നമ്മൾ ഒരാൾക്ക് ഒരു ഏജൻസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ 1.5 lakhs അല്ലെ 2 lakhs വാങ്ങുന്ന കമ്പനീസ് വരെ നമുക്കിപ്പം ഉണ്ട്. സ്റ്റാർട്ടിംഗ് ലെവലിൽ വാങ്ങുന്ന ആൾക്കാർ വരെ അങ്ങനെയുണ്ട്. സോ നമ്മളിപ്പോ ഒരു അത്യാവശ്യം മാർക്കറ്റിംഗിലേക്ക് ഇറക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മളത് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവരെന്തെങ്കിലും സാധനം ചെയ്തു തന്നാൽ അത് നമ്മളുടെ കമ്പനിക്ക് ആപ്റ്റ് ആണോ നമ്മൾ അറിയ പോലും ഇല്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ ആ ലെവലിൽ വരെ ആൾക്കാരുണ്ട്. പിന്നെ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സോ അങ്ങനെ എന്തോ ഒരു ടീമുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് കാലിക്കറ്റ് ലുലു മാളിലാണ് ഒരു അവരുടെ ഷോപ്പ് ഉള്ളത്. ആ ആളുടെ പേഴ്സണൽ ബ്രാൻഡിങ്, ആ ആളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോസ് ചെയ്തിട്ടാണ് ആളുടെ GCC ഓൾസോ ഉണ്ട്. ആളുടെ ബിസിനസ് ലൈക്ക് ഗ്രോ ചെയ്തത്. ആള് നക്ഷത്രേനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആളെ ഫോക്കസ് ചെയ്തു, ആളുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു, ആ പെർട്ടിക്കുലർ വ്യക്തിന്റെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു. അതായത് എനിക്ക് എക്സാക്ട് ആളുടെ നെയിം ഓർമ്മയില്ല. ഒരു ലേഡിയാണ്. ആ ലേഡീനെ തന്നെ മാർക്കറ്റ് ചെയ്തു, അപ്പാർട്ട് ഫ്രം ലൈക്ക് ആ നക്ഷത്ര, ആ ഗോൾഡൻ ഡയമണ്ട്സിന് പകരം. ഇപ്പൊ യൂസുഫ് അലി ഒക്കെ ചെയ്യുന്നത് പോലെ. ലുലു ഗ്രൂപ്പിന്റെ ഒരു സാധനം നമ്മൾ പറയുമ്പോൾ, യൂസുഫ് അലി നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലുലു ഗ്രൂപ്പിന് ഓർമ്മ വരും. ആ ഒരു സാധനം ഇല്ലേ, ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇന്നത്തെ മാർക്കറ്റിൽ. ഒന്നെങ്കിൽ നമുക്ക് ബിസിനസ് ഫോക്കസ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ഫോക്കസ് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ നമ്മളുടെ TQHയുടെ എടുത്ത് നോക്കിയാൽ ഫെബിൻ മാം എന്നുള്ളൊരു ആളെ ട്രസ്റ്റ് ചെയ്തിട്ട് ആ ആളുടെ ക്യാപ്പബിലിറ്റീസ് കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പല കോഴ്സിലും വന്ന് ചേരുന്ന ആൾക്കാരുണ്ട്. അത് വൺ ഓഫ് ദി പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഫെബിൻ മാമിന്റെ ട്രസ്റ്റ് കൊണ്ട്, ആ ഒരു ക്രെഡിബിലിറ്റി കൊണ്ട് വന്ന് കോഴ്സിന് ചേരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. സോ
അങ്ങനെ നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാമെന്ന് വരെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. ഇനി ഏർണിങ്സ് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ ഒരു സാധനം എഴുതുകയാണെങ്കിൽ ഒരു കോണ്ടന്റ്, ഒരു 700 വേർഡ്സ് ഉള്ള ഒരു കോണ്ടന്റ് എഴുതാൻ നമുക്കൊരു 1 hour മതി. 1 hourന്റെ ലൈക്ക് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവൽ ആണെങ്കിൽ ഒരു 1 hour മതി. ആ 1 hourൽ നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമുക്ക് 300 മുതൽ 800 വരെയുള്ള റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാണ് നമ്മൾ. ജസ്റ്റ് പോസ്റ്റ് നമ്മൾ ഭയങ്കര സെറ്റപ്പ് പോസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്, അതിന്റെ ഒരു കോണ്ടന്റ് ലൈക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്, അത് പോസ്റ്റ് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് വരുന്ന മെസ്സേജ് കമ്പനിയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ തന്നെ 5000 15,000 ഇടയിലുള്ള ഒരു ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ കിട്ടും. ഇങ്ങനെ നമുക്ക് ഏർണിങ്സും നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം നിങ്ങൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ലാസ്റ്റ് ഒരു മന്ത് ഒക്കെ ആകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാർ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് മിക്ക ആൾക്കാരും പറയും, ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഫ്രീ ആയിട്ട് ഒരു വർക്കും ചെയ്തു കൊടുക്കരുത് എന്നാണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമുക്ക് ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല. ഞാനൊക്കെ കുറേ സാധനം ഫ്രീ ആയിട്ട് കുറേ പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ചെയ്ത സാധനം എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക്, ഇപ്പൊ നമുക്ക് വേറൊരു വർക്ക് വരികയാണ്, ഇത് ഞാൻ ചെയ്ത സാധനമാണ്, ഇതിൽ ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇത്ര വ്യൂസ് വന്നിട്ടുണ്ട്, ഇത്ര ലൈക്സ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി കോഴ്സിന്റെ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിനുള്ളിലുള്ള നീഷേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയായിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും. ദെൻ വെബ്സൈറ്റ് ഉണ്ടാകും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവെയർ ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരിക്കും. ഇപ്പൊ ഓൾറെഡി ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഞാൻ ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യാണ്. കൊച്ചിയിലുള്ള ഫ്ലാറ്റ്സ് എനിക്ക് വാങ്ങിക്കണം, അത് ഞാൻ സെർച്ച് ചെയ്യാണ്. ഞാൻ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇതാ കുറേ സൈറ്റ് ഇതിൽ കാണാം. ഈ സൈറ്റിൽ ഞാനിപ്പോ ഇതാ 99 acres എന്നുള്ളൊരു സൈറ്റ് എടുക്കുകയാണ്. ഇതാണ് ബേസിക്കലി വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം TQ എഡ്യൂടെക്കിന്റെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. TQ എഡ്യൂടെക്, TQ എഡ്യൂടെക്കിന്റെ വെബ്സൈറ്റ് ആകുമ്പോൾ TQ എഡ്യൂടെക്കിന്റെ വെബ്സൈറ്റ് ഇതാ. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു വെബ്സൈറ്റ് ഇതാണ് വേർഡ് പ്രസ് ഡിസൈനിങ് ടൂൾ ആണ്. ഇതിൽ നമ്മൾ കയറിയിട്ട് ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും മിക്കവരും ഇതിൽ ഉണ്ടാവുക. പക്ഷെ വെറീഡ് ആവേണ്ട കാര്യമില്ല. വേർഡ് പ്രസിനെ കുറിച്ച് ആദ്യം കേട്ട ആരെങ്കിലും ഉണ്ടോ ഇതില്? ടീച്ചർ, ഹർഷിത ടീച്ചർ, എനിക്കൊരു വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കണമായിരുന്നു കുട്ടികൾക്ക്. ഞാൻ ഇതിലൂടെ പഠിച്ച് ഉണ്ടാക്കിയെടുത്ത പുതിയ ഒരു വെബ്സൈറ്റ്, അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നു. ടീച്ചർ അതൊന്ന് ഷെയർ ചെയ്താൽ മതി. ചെയ്യാം. ഒരു മിനിറ്റ് ചെയ്യാം. ഇതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. മാം ഇതിലൂടെ പഠിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് വരട്ടെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽ പെർസ്പെക്റ്റീവില് ഇപ്പം ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. FB's ഇന്റർനാഷണൽ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മളുടെ ഈ ഒരു മാം ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഉള്ളത്. ഇതിൽ താഴോട്ടേക്ക് പോയാല് അതായത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണിത്. ഇ-കൊമേഴ്സ് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി സ്റ്റൈലിന്റെ ഓരോ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഇതിലിങ്ങനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട്, നൂർ ഗ്ലോ എന്നുള്ളത് ഇപ്പൊ നോ പ്രൊഡക്ട്സ് ഫൗണ്ട് ആണുള്ളത്. വി സ്റ്റൈലിലേക്ക് പോയാല് ഇതാ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങില് പിന്നെ ആരോ മാർക്ക് ഉണ്ട് ടീച്ചറെ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഇതും പ്രോഡക്റ്റിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരോ കീ ഷോപ്പ് പ്ലസ് എന്ന് കൊടുത്താല് നമ്മൾ ഓരോന്നിലേക്ക് പോകും.
ഇങ്ങനെ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഇതാ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇത് താഴോട്ടേക്ക് വന്നാൽ ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഹെഡർ ആണ്. ഇതൊരു ഹോം പേജ് ആണ്. താഴോട്ടേക്ക് വന്നാൽ നമുക്ക് അതിന്റെ ഓരോ സാധനങ്ങളും ഓരോ സെക്ഷൻസും ഓരോ സാധനങ്ങളും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. താഴോട്ടേക്ക് വന്നാൽ ഇത് ഇതിന്റെ ഫൂട്ടർ ആണ്. ഇതിൽ നമുക്ക് വാട്സപ്പ് ഡീറ്റെയിൽസ്, നമ്മളുടെ ജിമെയിൽ അഡ്രസ്സ്, നമ്മളുടെ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഓഫീസ് അഡ്രസ് ഒക്കെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ഒരു ബിസിനസ് ഇപ്പം സ്റ്റാർട്ടിംഗ് ലെവലിലുള്ളതാണെങ്കിൽ ഇപ്പൊ ഒരു കേക്കിന്റെ ഷോപ്പ് അല്ലെങ്കിൽ നേരത്തെ ആള് പറഞ്ഞതുപോലെ ബെഡ്ഷീറ്റിന്റെ ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഭയങ്കര ലെവലിലല്ലാണ്ട് ഇത് വേർഡ് പ്രസ്സിൽ ചെയ്തതല്ലല്ലോ മാം, ഒന്ന് പറയാമോ? അല്ല, വേർഡ് പ്രസ്സിൽ ചെയ്തതല്ല. ഇത് നമ്മള് പിന്നെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അതിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 രൂപ കൊടുത്താലേ ഇങ്ങനൊന്നും അവര് ചെയ്തു തരുള്ളൂ. ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ആപ്പ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. എന്നിട്ട് അവരെ പേരിൽ ലേബൽ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഷോപ്പിഫൈയും വൂക്കോമേഴ്സും വെച്ചിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഷോപ്പിഫൈ അല്ലെ വൂക്കോമേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് വെബ്സൈറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. വെബ്സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വെബ്സൈറ്റ് ക്രിയേഷൻ എന്നുള്ളത്. ഇപ്പൊ ഡൊമൈൻ എങ്ങനെ വാങ്ങിക്കാം, ഹോസ്റ്റിംഗ് സ്പേസ് എങ്ങനെ വാങ്ങിക്കാം, എങ്ങനെ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ ഒരു നോർമൽ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് TQന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് വേർഡ് പ്രസ് തന്നെ ചെയ്യാൻ പറ്റും. അല്ല ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഷോപ്പിഫൈ വൂക്കോമേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു നിഷയായിട്ട് കോണ്ടന്റ് ആൻഡ് കോപ്പി റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മള് TQന്റെ ഇതിലേക്ക് വന്നാല് ഇതിന്റെ താഴേക്ക് കാണാം നമുക്ക് ഈ കോണ്ടന്റുകൾ ഹൂ വി ആർ എന്ന് പറയുമ്പോൾ ഈ കോണ്ടന്റ് ഇല്ലേ, ഈ കോണ്ടന്റ് ഈ സാധനം എഴുതുന്നതിനാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയാ. ഇതിപ്പം വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയ കോണ്ടന്റ് ആണ്. ഇങ്ങനെ നമുക്ക് ബ്ലോഗ് ഉണ്ടാകും. പിന്നെ ഇപ്പൊ ബ്ലോഗ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്ലോഗ് റൈറ്റിംഗ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലോഗർ ഉണ്ട്. ഓരോ ബ്ലോഗ് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് തന്നെ ഇതിൽ ഉണ്ടാകും. ബ്ലോഗ് റൈറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ബേസിക് ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ ബ്ലോഗ് എഴുതിയിട്ട് AI സഹായത്തോടു കൂടി തന്നെ നമ്മളും ഹ്യൂമനൈസ് ചെയ്തിട്ട് നമ്മളൊരു സാധനം എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇനി കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം കേരളം കണി ഉണരുന്ന നന്മയോ അത് മിൽമെന്റത്, പിന്നെ ഹാവ് എ ബ്രേക്ക് ഹാവ് എ കിറ്റ് ആ സാധനം, അങ്ങനത്തെ കോപ്പീസ്. നമ്മളിപ്പോ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മളല്ലാണ്ട് കോപ്പി അടിക്കുക, കോപ്പി പേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓരോ ബ്രാൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും കുഞ്ഞി ഷോർട്ട് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ എഴുതുന്നത്. ഒരു പോസ്റ്ററിന്റെ ഒരു ഹെഡിങ് ആയിട്ട് കുഞ്ഞു ഷോർട്ട് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുന്നത്, അതിനെയാണ് അവർ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ദെൻ SEO ഉണ്ട്. SEO പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി സെയിം സാധനം തന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നേരത്തെ ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ ഇത് സ്പോൺസേർഡ് റിസൾട്ട് ആണ്. സ്പോൺസേർഡ് റിസൾട്ടിന്റെ താഴെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ 99 ഏക്കേഴ്സിന്റെ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ താഴെ നോക്ക് സ്കൈലൈൻ ബിൽഡേഴ്സ് ഉണ്ട്. അതല്ലാതെ 99 ഏക്കേഴ്സിന്റെ വെബ്സൈറ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നത് SEO ചെയ്തിട്ടാണ്. സോ SEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്കി ഒരു സാധനമാണ്. അത് ചെയ്തിട്ടാണ് വെബ്സൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഓഫ് പേജ് SEO ഓൺ പേജ് SEO നമുക്ക് ചെയ്യാൻ പറ്റും. SEO ചെയ്തിട്ടാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത്. അതെന്താ ഇപ്പം കേൾക്കുമ്പോ ചിലപ്പം നിങ്ങൾക്ക് SEO കേട്ട ആരെങ്കിലും ഉണ്ടോ? SEOനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും കേട്ട ആരെങ്കിലും? പോട്ടെ, നമ്മളിപ്പം ലോക്കൽ SEO ആണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ നമ്മളുടെ ലൊക്കേഷൻ കൊടുക്കുന്ന സാധനമാണ് ലോക്കൽ SEO. ആ ലോക്കൽ SEO എന്തായാലും നമ്മൾ ആരെങ്കിലും ഈ കേൾക്കുന്നത് വളരെ കുറവായിരിക്കും. ഒരു ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഇട്ട് നമ്മൾ നോക്കുമ്പോൾ അല്ലെ നമ്മളുടെ വീട് വരെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോ അതാണ് ലോക്കൽ SEO. അങ്ങനെ നമുക്ക് SEO ചെയ്തിട്ട് നമ്മളുടെ സ്വന്തം ബിസിനസ്സോ ഇല്ലെ വേറൊരാൾക്കോ നമുക്ക് വേറൊരു ബിസിനസ്സിനെ നമുക്ക്
ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പേജിൽ വരുന്നതായിരിക്കും മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കി. ഫസ്റ്റ് പേജ് താഴോട്ടേക്ക് പോയ ഈ ഗൂഗിൾ എന്നുള്ള ഇങ്ങോട്ടേക്ക് കണ്ടോ 1, 2, 3 പേജസ് ഒക്കെ, ഇതൊക്കെ ആ ഒരു പെർട്ടിക്കുലർ കീവേഡിൽ ഉണ്ടാക്കിയ വെബ്സൈറ്റ്സ് ആണ്. ഇപ്പൊ 10ാമത്തെ പേജിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുവോ? ഇല്ലല്ലോ. ഫസ്റ്റ് പേജ് ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക. ഒരു 100% ആൾക്കാരും ഫസ്റ്റ് പേജിലായിരിക്കും നോക്കുക. വളരെ കുറച്ച് ആൾക്കാരെ സെക്കൻഡ് പേജിലേക്ക് വരെ പോയി നോക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. നമ്മളത് അവെയർ പോലും ആയിരിക്കില്ല സെക്കൻഡ് പേജിലേക്ക് പോയി നോക്കണം എന്നുള്ളത്. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് SEO എന്ന് പറഞ്ഞാൽ. ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എല്ലാവർക്കും അറിയുന്നത് പോലെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു സാധനം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം നമ്മൾ അറിഞ്ഞിട്ട് നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ലെവലിൽ അത് ക്ലിക്ക് ആവാന്നുള്ളത് പറയാൻ പറ്റില്ല. കറന്റ് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ AI-ന്റെ അതിപ്രസരം നന്നായിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമില് റോ ആയിട്ടുള്ള വീഡിയോസിനാണ് ഇപ്പം മേജർ ആയിട്ടുള്ള ബിസിനസ് ആൾക്കാരൊക്കെ എടുത്ത് നോക്കിയാല് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് ബിഹൈൻഡ് ദ സീനൊക്കെ കൂടുതലായിട്ട് വെക്കുന്നത്, ഇല്ല റോ ആയിട്ടുള്ള സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഇപ്പം ഇൻസ്റ്റഗ്രാമിന്റെ ആൽഗോരിതം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും കത്തിക്കേറുന്നത്. AI ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, AI-യിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുന്നിലേക്ക് വരുന്ന ആളുകളുണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു സാധനം നമ്മളിപ്പോ ഒരാളിങ്ങനെ വന്ന് പറയാണ് ആ സാധനം ഇടുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള സാധനത്തിനാണ് ഇൻസ്റ്റഗ്രാം ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും, ആ വക കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കോണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അണ്ടറിൽ പഠിക്കാൻ പോകുന്നത്. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ഹലാലല്ലാത്ത ഒരു സാധനമായിട്ട് കാണുന്ന ആളുകളും ഉണ്ട്. പക്ഷെ മാർക്കറ്റിംഗിന്റെ അണ്ടറിലായതുകൊണ്ട് ജസ്റ്റ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കവർ ചെയ്യും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ആമസോണിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, മീഷോന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, ഫ്ലിപ്കാർട്ടിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. GCC കൺട്രീസിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്, കാരണം കറക്റ്റ് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താലേ GCCയിലുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് നമുക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലാവുമ്പോൾ വലിയ ഇന്ത്യൻ അഫിലിയേറ്റ് പ്രോഗ്രാംസ് വലിയ തരക്കേടില്ലാണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇപ്പം സെറ്റാഫിൽ ഫേസ് വാഷ്. ആ ഫേസ് വാഷിന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അയാൾ ആ ലിങ്ക് വെച്ചിട്ട് ആ സാധനം മേടിക്കുകയാണ്. അപ്പൊ ഒരു കമ്മീഷൻ പോലെ ഒരു പൈസ എനിക്ക് കിട്ടും. അത് സംഭവം കമ്മീഷനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, മാർക്കറ്റിംഗ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ സാധനം എടുത്തിട്ട് ഇയാൾക്ക് വിറ്റു, അതൊരു മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് രീതിയിലുള്ള ഞാനൊരു വീഡിയോ എടുത്തു ഇതിൻ്റെത്, എന്റെ യൂട്യൂബിൽ അതിന്റെ ലിങ്ക് കിട്ടും. ഇപ്പൊ കാണില്ലേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ലിങ്ക് ഇട്ടിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറയും, അത് അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും. ആ അഫിലിയേറ്റ് ലിങ്കിലൂടെ നമ്മൾ മേടിക്കുമ്പോൾ അവർക്കൊരു പൈസ കിട്ടും. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ, അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അങ്ങനെ ഡിഫറെന്റ് അഫിലിയേറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. പിന്നെ ഓട്ടോമേഷൻ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു ഹായ് അയച്ചാല് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരുന്ന കുറെ ടീം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഫെബിൻ മാമിന് പോയിട്ട് ഒരു ഹായ് അയച്ചാൽ ഫെബിൻ മാമിന്റെ ഒരു ഓട്ടോമേറ്റഡ് റിപ്ലൈ വരും. പക്ഷെ അത് വാട്സ്ആപ്പ് മാർക്കറ്റിംഗിന്റെ ഉള്ളിലുള്ളതാണ്, ഫെബിൻ മാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഇങ്ങനെ കാണില്ലേ, ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ലിങ്ക് എന്ന് കമന്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അവർ നമുക്ക് റിപ്ലൈ തരും. അത് അപ്പൊ തന്നെ അവര് ഓരോരുത്തർക്കും ഇങ്ങനെ അയക്കുന്നതല്ലല്ലോ. ഇപ്പൊ ഒരു 1000 ആൾക്കാർ കമന്റ് ചെയ്ത് 1000 ആൾക്കും ലിങ്ക് മാനുവലി അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയവും സാവകാശവും ഒരു ഇൻഫ്ലുവൻസർക്കും ഉണ്ടാവില്ല. സോ അത് ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ ഓട്ടോമേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ്, ആ ടൂൾസ് എങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ആ വക സാധനങ്ങളായിരിക്കും നമ്മൾ ഓട്ടോമേഷനിൽ, അതിപ്പം ഇമെയിൽ ഓട്ടോമേഷൻ, ഇൻസ്റ്റഗ്രാമിൽ ഓട്ടോമേഷൻ, അങ്ങനത്തെ ആയിരിക്കും നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ബേസിക്സ്, നേരത്തെ ഒരാൾ ചോദിച്ചു പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുമോ. ഇതിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അല്ല, അത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാണ്. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കും. ആ ചോദിച്ച ആളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാണ്ട് ചില ആൾക്കാർ ഗ്രാഫിക് ഡിസൈനിങ് ആണ് നിങ്ങൾ പോസ്റ്റേഴ്സ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുള്ള രീതിയിൽ വരും. പക്ഷെ അതല്ലാതെ ബേസിക് ആയിട്ട് ഇപ്പൊ ക്യാൻവ, ഇപ്പൊ ഞാൻ എന്റെ ഈ സാധനം ഇല്ലേ, ഇത് ക്യാൻവ വെച്ചിട്ട് ചെയ്തതാ. ക്യാൻവ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ല നമ്മൾ AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, AI വെച്ചിട്ട് എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. പോസ്റ്റേഴ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടാക്കിയിട്ട് ക്യാൻവ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ വകരക്ക സാധനങ്ങളായിരിക്കും ഡിസൈൻ ബേസിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പം പോസ്റ്റേഴ്സിന്റെ ഇപ്പം റെജില നിങ്ങൾക്ക് അയച്ചു തന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ക്യാൻവ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ക്യാൻവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ബേസിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഗ്രാഫിക് ഡിസൈനിങ് ടൂൾസ് അങ്ങനെയല്ല. ഞാൻ എഗെയിൻ എടുത്ത് പറയുന്നത് അത് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവരുത് വിചാരിച്ചിട്ടാ. അങ്ങനെയല്ലാതെ ഡിസൈനിലുള്ള ബേസിക് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പറ്റും. പിന്നെ ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ്, ഒരു കമ്പനി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം. ജസ്റ്റ് അത് ടൂൾസും കാര്യങ്ങളും ഒന്നുമല്ല, പ്യുവർ ആയിട്ടുള്ള. ചോദിച്ചോട്ടെ? ഹലോ. ഹലോ, ചോദിച്ചോട്ടെ ഒരു ഓ കാര്യം? ഓ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെ പഠിപ്പിക്കുമെന്നാണോ പറഞ്ഞത്? അതെ. ഇപ്പൊ നമുക്കിപ്പോ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, ആ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അല്ലാതെ ഇപ്പൊ നമ്മള് ഡിസൈനിന് കറക്റ്റ് പോസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു സാധനമൊക്കെ ആണെങ്കിൽ ഫോട്ടോഷോപ്പ് ഇല്ല ഇല്ലസ്ട്രേറ്റർ അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഒന്നും നമ്മള് കവർ ചെയ്യത്തില്ല. നമ്മള് അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ട് പോകേണ്ട സാധനങ്ങളാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ചോദിച്ചോട്ടെ, ഇപ്പൊ ഡിസൈൻ ബേസിക്സ്, പിന്നെ നമുക്കൊരു ആഡ് ഒക്കെ ചെയ്യുമ്പോൾ ആഡിനൊക്കെ ഇങ്ങനെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതിന്റെ പോസ്റ്റർ സൈസിൽ വേണം, അതിന് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മള് മീൻസ് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് മറ്റേ ഗ്രാഫിക് ഡിസൈനർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് പറ്റും. അപ്പൊ അത് ആ ലെവലിൽ നമുക്ക് പറഞ്ഞു തരുമല്ലോ അല്ലേ, എങ്ങനെയാണ് ഒരു ആഡിന്റെ പോസ്റ്റർ ഉണ്ടാവേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ അല്ലേ? ഇതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇയാൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നതായിരിക്കില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇൻസ്റ്റഗ്രാമില് നമ്മൾ ഇത്രയും കാലം റേഷ്യോ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പം പോസ്റ്ററിന്റെ റേഷ്യോ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ മാറി വന്നിട്ടുണ്ട്. നമുക്ക് 2 റേഷ്യോയിൽ ഇടാൻ പറ്റും. ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഫുൾ ലെങ്ത്തിലും കിട്ടാൻ പറ്റും, ഇല്ലാണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ലെവലിലേക്ക് റേഷ്യോന്റെ സാധനം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഏത് സൈസിലേക്ക് ഇപ്പൊ ഇതിൽ കാണുന്നില്ലേ റീസൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്യാൻവയില്. ഇതിപ്പോ പ്രീമിയം ഉള്ള ഒരാളാണെങ്കിൽ ഈ റീസൈസ് എന്നുള്ള ഓപ്ഷനിൽ ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ഇത് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഒരു സാധനം തന്നെ. അപ്പൊ റേഷ്യോ എന്നുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് ഈസിലി അക്വയർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഡിസൈൻ ബേസിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് വരണം, ഇതിന്റെ ഒരു എസ്തെറ്റിക് എങ്ങനെ വരണം, യൂഷ്വലി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫോണ്ട് ഏതൊക്കെയാണ്, എത്ര സൈസിൽ നിങ്ങൾക്ക് കൊടുത്താലാണ് രസം ഉണ്ടാവുക, അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞാൻ ടൂൾസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, ഇപ്പം ചില ആൾക്കാർ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു, അയ്യോ ഇത് മാത്രമേ ഉള്ളൂ ഫോട്ടോഷോപ്പ് ഒന്നും ഇല്ലേ, അങ്ങനെ ലൈക്ക് ഞാൻ പഠിക്കുന്ന ടൈമിൽ ഒരു 1.5 year മുന്നേ ഞാൻ പഠിക്കുന്ന ടൈമിൽ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതാ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ആ വക കാര്യങ്ങളായിരിക്കും ഡിസൈൻ ബേസിക്സിൽ നമ്മൾ. പിന്നെ എഗെയിൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളിപ്പോൾ പണിക്ക് കയറിയാൽ ഒരാൾ നമ്മളോട് പറയണം പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ മതി നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ. അല്ലാതെ അവർ ഇത് പോരാ, ഇത് നല്ലതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, ഞാനൊരു ലൈക്ക് ഡിസൈനർ ആയിട്ടല്ല ഇവിടെ കയറിയത്, സോ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടേക്ക് കറക്റ്റ് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവര് ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വേറെ തന്നെ ഒരു ഡെസിഗ്നേഷൻ ആണ്. ഓക്കെ. സോ പിന്നെ ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ആ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ നമ്മുടെ ആ ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് എന്തൊക്കെ വെക്കണം, ആ പോസ്റ്ററിനകത്ത് എന്ത് വെക്കണം, എന്ത് വെക്കാൻ പാടില്ല, അത് എവിടെ പ്ലേസ് ചെയ്യണം, ആ ഒരു എന്നൊക്കെയുള്ള ഐഡിയ നിങ്ങൾക്ക് അത് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ബേസിക് ആയിട്ട് ഇപ്പൊ എന്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മളിപ്പം ഇയാൾ പറഞ്ഞില്ലേ എവിടെ എന്ത് വെക്കണം എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. രണ്ടും രണ്ടാണ്. രണ്ടിന്റെ എസ്തെറ്റിക് വേറെയാണ്, രണ്ടും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. ഒന്ന് ബിസിനസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ ഓഫ് സാധനം ഗ്രാജുവലി നമ്മളിത് ചെയ്യുന്നതിലൂടെ നമുക്ക് അക്യൂർ ആയിട്ട് വരും. അതല്ലാതെ ഞാനിപ്പോ ഇയാൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോ ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം, അത് അവിടെ പ്ലേസ് ചെയ്യണം, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടല്ലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. പക്ഷെ ഇയാൾ ഇത് കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ ഇയാൾ തന്നെ അക്യൂർ ചെയ്യും, പ്രാക്ടിക്കലി ഇയാൾ അക്യൂർ ചെയ്യും ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ.
ഇപ്പൊ ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിലും അതാണ്, ഒരു സാധനം നമ്മളിപ്പോ ബിൽഡ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ബ്രാൻഡ് നമ്മൾ പിച്ച് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. നമുക്ക് പക്ഷെ തുടങ്ങി വെക്കാം, അതിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആ മാർക്കറ്റിംഗ് ഫണൽ എങ്ങനെയാണ്, എന്തൊക്കെ നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെക്കണം, ഒരു സാധനം നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ആ ഫണൽ എങ്ങനെ നമ്മൾ കറക്റ്റ് ഉണ്ടാക്കും, ആ വക കാര്യങ്ങളായിരിക്കും ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്ക് ഇപ്പം കോഴ്സിന്റെ ഓവർവ്യൂ ആയിട്ട് അത്രയാണുള്ളത്. ഈ സാധനങ്ങളാണ്, അതായത് ഫണ്ടമെന്റൽസ്, വെബ്, കോണ്ടന്റ്, SEO, സോഷ്യൽ മീഡിയ, അഫിലിയേറ്റ്, ഓട്ടോമേഷൻ, ഡിസൈൻ ബേസിക്സ്, ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ്. ഈ വക കാര്യങ്ങളായിരിക്കും നമ്മൾ കോഴ്സിന്റെ ഓവർവ്യൂവിൽ കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് പ്ലാൻ ഞാൻ കഴിഞ്ഞിന് പറഞ്ഞതുപോലെ ഒരു വീക്കിലി ഒരു ക്ലാസ് ആയിരിക്കും, 1 hour ആയിരിക്കും. മേ ബി അത് 1.5 hour ആകും. ചിലപ്പം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ലൈക്ക് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിലേക്ക് ക്ലാസിന്റെ ഒരു ഓവർവ്യൂ എനിക്ക് കിട്ടും, എത്രത്തോളം നോളജ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത് എന്നുള്ളത്. അതിന്റെ ഒരു ലെവലിലായിരിക്കും ഞാൻ ആ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ ചിലപ്പം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഞാനത് പറയുന്നത്. കട്ട് ഷോർട്ട് ആയിട്ട് പറയേണ്ട സാധനമാണെങ്കിൽ അങ്ങനെയായിരിക്കും ഞാൻ അത് കൊണ്ടുപോകുക. സോ 1 hour മേലെയായിരിക്കും, 2 hours ഉള്ളിലായിരിക്കും നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, പിന്നെ തിയറി, ഡെമോൺസ്ട്രേഷൻ, ഷോർട്ട് ടാസ്ക് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇല്ല, ഫോണ് ഹന മറിയം, ഞാൻ മെസ്സേജ് കണ്ടു കേട്ടോ. വാലേക്കും അസ്സലാം. ഫോണ് ഇതിന് ഓക്കെയാണ്. ലൈക്ക് മൊബൈലിൽ തന്നെ ലൈക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ, ചിലപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നത് ലാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക് ആയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോണുള്ള ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഒരു 60% ആൾക്കാരും ഫോൺ ത്രൂ ചെയ്ത ആൾക്കാരാണ്. സോ അത് വെറീഡ് ആവണ്ട, ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ലാപ്പ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഇപ്പൊ ലാപ്പിൽ ചെയ്യുന്ന എല്ലാ സാധനവും നമുക്ക് വെബ്സൈറ്റ് ത്രൂ മൊബൈലും ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ടാസ്ക് ആയിരിക്കും, കുഞ്ഞു ഫോണ്ടായിട്ടായിരിക്കും വരിക, അത് സൂം ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ആപ്പ് ഉണ്ടാകും. ഇപ്പൊ ഓട്ടോമേഷൻ ആണെങ്കിൽ മിനി ചാറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുക. മിനി ചാറ്റിന്റെ ആപ്പ് ഉണ്ട്, നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, നോളജ് ലിമിറ്റേഷനും ലാംഗ്വേജസും ഒന്നുമില്ല. ലൈക്ക് ബേസിക് ആയിട്ടൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അസൈൻമെന്റ്സ് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരും, ഓരോ അസൈൻമെന്റ്സ് എങ്ങനെയാണെന്നുള്ള ഐഡിയ പറഞ്ഞു തരും. പിന്നെ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നുകയാണെങ്കിൽ നമുക്ക് 2 ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് എല്ലാം ലൈക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ തരുന്ന ഒരു ഗ്രൂപ്പും, നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ഒക്കെ തരുന്ന ഒരു ഗ്രൂപ്പും, പിന്നെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അസസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ ചെയ്ത അസസ്മെന്റ്സ് ഒക്കെ അതിലിടുക. നിങ്ങൾക്ക് ഡൗട്ട് അവിടെ ചോദിക്കാം, ഡൗട്ട് നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ വാട്സപ്പിൽ നമുക്ക് ഇപ്പം എല്ലാം ഞാനിപ്പം ഒരു ഡെമോൺസ്ട്രേഷൻ അയച്ചു തന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ചിലപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്നോട് വന്ന് ചോദിക്കാം. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ കംപ്ലീറ്റ് ആക്കാം. ഏത് കുഞ്ഞു ഡൗട്ട് ആണെങ്കിലും എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പ് എങ്ങനെയാ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യുക, അതൊന്ന് പറഞ്ഞു തരാമോ, ആ ലെവലുള്ള ഇത് വരെ ചോദിച്ചവരുണ്ട്. സോ അതൊന്നും വെറീഡ് ആവണ്ട, എന്ത് ലിമിറ്റേഷൻസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. സോ പിന്നെ ഇത് ജസ്റ്റ് എന്താ ഞാൻ ഇത്ര വരെ പറഞ്ഞൊരു സാധനം ഓവർവ്യൂ ആണ്, എന്തൊക്കെയായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുക എന്നുള്ളത്. ഡിസൈൻസ് ലൈക്ക് ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിയേറ്റ് ഡിസൈൻസ് ഓൺ ക്യാൻവ എന്ന് പറഞ്ഞില്ലേ, ക്യാൻവ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ബേസിക്സ് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഓവർവ്യൂ ആണ്. പിന്നെ നമ്മൾ ആഡ് നോക്കുമ്പോൾ മെറ്റ ആഡും ഗൂഗിൾ ആഡും യൂട്യൂബിലുള്ള ആഡും, ഗൂഗിൾ ആഡിൽ വരുന്നതാണ് യൂട്യൂബ്, പക്ഷെ നമ്മൾ സ്പെസിഫിക്കലി വേറെ തന്നെ പറയും. യൂട്യൂബിൽ എങ്ങനെ ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും, മെറ്റയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മെറ്റ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആഡ്സ് മാനേജർ. ആഡ്സ് മാനേജറിൽ എങ്ങനെ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ട് ആഡ് സെറ്റ് ചെയ്തിട്ട് ആഡ് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ബൂസ്റ്റ് പോസ്റ്റ് ഉണ്ടാകും. ആ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ആഡ് റൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് നമ്മളിപ്പോ ഒരു കുറെ ആഡ് റൺ ആക്കുകയാണെങ്കിൽ ആഡ്സ് മാനേജറിലാണ് നമ്മൾ ചെയ്യുക.
ആ സാധനം എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ലെവലുള്ള ആഡ്സിന്റെ സാധനങ്ങളും നമ്മൾ കവർ ചെയ്യും. സോ ടൂൾസ് ഉപയോഗിക്കാൻ പോകുന്ന ടൂൾസ് ആണ് ഇതിലുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പ്സ് നമ്മൾ ഉപയോഗിക്കും, ChatGPT ഉപയോഗിക്കാം, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ നോക്കും. ഗ്രാമർലി പറഞ്ഞാൽ ഗ്രാമർ ഇഷ്യൂസ് ലൈക്ക് റൈറ്റിംഗിൽ നമുക്ക് നോക്കാൻ പോകുന്നതാ. ഗൂഗിളിന്റെ കുറച്ച് ടൂൾസ് ഉണ്ടല്ലോ, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്, അങ്ങനത്തെ ഒക്കെ. പിന്നെ ലിങ്ക്ഡിൻ, ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുള്ള ഒന്നാണ് ലിങ്ക്ഡിൻ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണിപ്പം കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ആസ് യൂഷ്വലി എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കും എനിക്കൊക്കെ പഠിക്കാൻ പറ്റുക. സോ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാന്നുള്ളതിന്റെ, അതായത് ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഡൊമൈനും ഹോസ്റ്റിംഗ് സ്പേസും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. എനിക്ക് തോന്നുന്നു 2000 സംതിങ് റുപ്പീസ് അതാവും. പക്ഷെ അത് നിങ്ങൾ ഞാനായിരിക്കും കേട്ടോ മെൻറ്റർ. നിങ്ങൾക്ക് ലൈക്ക് ഈ 3 months ക്യാരി ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. സോ വെബ്സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ വെബ്സൈറ്റ് നമ്മളിപ്പോൾ ഹോസ്റ്റിംഗ് സ്പേസും ഡൊമൈനും ഒക്കെ നമ്മൾ മേടിക്കേണ്ടി വരും. പൈസ കൊടുത്തിട്ട് നമ്മൾ മേടിക്കേണ്ടി വരും. 1 year ഗ്യാപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ അത് നിങ്ങൾ മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് മേടിച്ചിട്ട് ചെയ്ത ആളുകളുണ്ട്, പക്ഷെ അത് കോഴ്സ് കഴിയുമ്പോഴേക്ക് മേടിച്ചിട്ട് ചെയ്ത ആളുകളുണ്ട്. അതല്ലാതെ ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് AI വെച്ചിട്ട്, ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് AI ലൈക്ക് എങ്ങനെ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ മാനുവലി 1 by 1 ആയിട്ട് പഠിക്കും. ഡിസൈൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒരു AI പ്ലാറ്റ്ഫോം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റിംഗ് സാമ്പിൾ, പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കും, ക്യാൻവ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, ലിങ്ക്ഡിൻ, ഗൂഗിൾ പ്രൊഫൈൽസ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, ഓട്ടോമേഷൻ ഡെമോസ്, പിന്നെ SEO എന്താണ്, ഓൺ പേജ് SEO എന്താണ്, ഓഫ് പേജ് SEO എന്താണ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താ, ഇതൊന്നും നിങ്ങളില്ലേ ഇപ്പം പൈസ കൊടുത്തിട്ട് ഇത് ചെയ്യല്ല ചെയ്യുന്നത്. അതിന്റെ ബില്ലിംഗ് വരെയുള്ള സാധനങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ബില്ലിങ്ങിന് ശേഷമുള്ള സാധനങ്ങൾ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ടൈമിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ അത് ചെയ്യുക. അതല്ലാതെ ബില്ലിംഗ് വരെയുള്ള, അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെയാണ്. ബില്ലിംഗ് വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കുന്ന ടൈമിൽ ബില്ലിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളാണ്. ഇപ്പം മെറ്റ ആഡ് നമ്മൾ റൺ ആക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ് ലെവൽ, ആ ആഡ് ലെവലിന്റെ ലാസ്റ്റേക്കാണ് നമ്മൾ ബില്ലിംഗിലേക്ക് പോവുക, പൈസ കൊടുക്കുന്നതിലേക്ക് പോവുക. അപ്പോ ആ ലെവലിലേക്ക് ലൈക്ക് ബില്ലിംഗ് പൈസ നമ്മൾ കൊടുത്തിട്ട് റൺ ചെയ്തിട്ടില്ല, അത് എല്ലാത്തുള്ള സാധനങ്ങൾ വരെ നമ്മൾ കവർ ചെയ്യും. ഇനി ബില്ലിങ് ഇപ്പൊ നമ്മൾ ചെയ്യില്ല. ഇപ്പൊ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ആഡിന്റെ റിസൾട്ട്സ് കാണിച്ചു തരാൻ വകുപ്പുണ്ടാവോ? മീൻസ് അത് കാണിച്ചു തരും. തരുമല്ലോ അല്ലേ? എങ്ങനെയാണ് അതിപ്പം ഒരു കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു ആഡിനെ നമുക്ക് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാട്ടിത്തരും. വലിയ റെസ്പോണ്ട്, അതെ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. വാട്സപ്പിൽ നമ്മൾ ലൈക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഇൻസെക്യൂർഡ് ആണ് ഗ്രൂപ്പിൽ ചോദിക്കാൻ, ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലൈക്ക് അത്ര സില്ലി കാര്യമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. പക്ഷെ എല്ലാ സാധനവും ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡൗട്ട് ഒക്കെ ആണെങ്കിൽ പേഴ്സണലി വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ കണ്ടെന്ന് വരില്ല. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയ ഒരു സാധനമാണെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കുന്നതായിരിക്കും ഫാർ ബെറ്റർ. പക്ഷെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേഴ്സണലി ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും കേട്ടോ. എല്ലാരെയും ലൈക്ക് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് അത്രയും സ്റ്റുഡൻസിന്റെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ പോവുള്ളൂ. അത് ടെൻസ്ഡ് ആവണ്ട. പിന്നെ മറ്റേ ആൾ ചോദിച്ചതുപോലെ, സെൽവ ചോദിച്ചതുപോലെ, മെറ്റ ആഡ് നമ്മളിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞു, ഗൂഗിൾ ആഡ് നമ്മളിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സിന്റെ അനാലിസിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിങ്ങനെയാണ്, ഇവിടെയാണ് കാണാം, ഈ സാധനം ഇങ്ങനെയാണ് ഓൺ ആക്കുക, ഇങ്ങനെയാണ് ഓഫ് ആക്കുക. ആ സാധനം ഇപ്പം മെറ്റ ആഡിൽ പോയാൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓണും ക്യാമ്പയിൻ ഓണും ഓഫും ഉണ്ട്. ആഡ്സെറ്റിൽ പോയി നോക്കിയാൽ അതിലുണ്ടാവും ഓണും ഓഫും. ഇതിപ്പോ എല്ലാം ഓൺ ആയിട്ടാണുള്ളത്. ഇത് ജസ്റ്റ് ഡെമോ ആയിട്ടുള്ള സാധനം കേട്ടോ. അതല്ലാണ്ട് ഒറിജിനലി നമ്മൾ ചെയ്ത ആഡ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരും. സോ ഇത്രയായിരിക്കും നമുക്ക് ഉണ്ടാവാ. മാം, ഒരു കണ്ടന്റ് റൈറ്റിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? കോണ്ടന്റ് റൈറ്റിംഗിന്റെ ആണോ? അതെ. കോണ്ടന്റ് റൈറ്റിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു പോർട്ട്ഫോളിയോ വേണം. നമുക്കിപ്പോൾ ഒരു കോണ്ടന്റ് റൈറ്റിംഗ്, ഞാനൊരു കോണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ എനിക്കൊരു പോർട്ട്ഫോളിയോ വേണം. അതിപ്പോ കോണ്ടന്റ് റൈറ്റിംഗിന്റെ ക്ലാസ് തന്നെ നമുക്ക് പറഞ്ഞു തരും. കുറെ
പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ പോയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോഗ് റൈറ്റിംഗ് ഞാൻ നോക്കിയപ്പോ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്താല് നമുക്ക് അതിൽ കോണ്ടന്റ് റൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കോണ്ടന്റ് എടുത്തിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. മീഡിയം എന്നുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ, അതായത് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലാതെ നമുക്കിത് റൈറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്കോട് കൂടിയിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. ഇല്ല ആ ലിങ്കിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ആൾക്കാരോട് പോയി പറയാം ഇങ്ങനെയാണ്, ഞാൻ ബ്ലോഗ് എഴുതുന്ന ഒരാളാണ്. അങ്ങനെ പറഞ്ഞാല് നമുക്ക് കമ്പനീസ് ഇപ്പം SEO ബേസ് ചെയ്തിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അയച്ചുതരാം. ബെസ്റ്റ് ഫേസ് വാഷ് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോ മെൻ വൈൽഡ് ഫ്ലവർ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ആണ്. അവര് കൊടുത്ത ഫേസ് വാഷിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തോ ഒരു ലാഗ് ഉണ്ട്, സോറി. ഇല്ലെങ്കിൽ how to reduce belly fat സെർച്ച് ചെയ്ത് നോക്കാം. ആണ് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പം ഞാൻ നോക്കിയില്ലേ വരുന്നുണ്ട് ബെസ്റ്റ് ഫേസ് വാഷ് സാധനം പറയുമ്പോ സ്ക്രീനിൽ വന്നിട്ടില്ലേ? നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? അതെ അതെ കാണുന്നുണ്ട്. ഫേസ് വാഷ്. അപ്പൊ ഇത് താഴോട്ടേക്ക് വരുമ്പോ ഇത് കണ്ടോ, ഇത് ബ്ലോഗാണ്. ടോപ്പ് 10 ഫേസ് വാഷ് ഫോർ വുമൻ മെൻ എഴുതിയിട്ടുള്ള ഒരു ബ്ലോഗാണിത്. ഈ ബ്ലോഗിന്റെ താഴേക്ക് ഇങ്ങനെ വരുമ്പോ ഓരോ സാധനങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. നൈറ്റ് കെയർ ഫേസ് റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ താഴെ കാണാം. ഇതൊരാൾ എഴുതിയ ബ്ലോഗാണ്. ഈ ബ്ലോഗ് ഇത് വൈൽഡ് ഫ്ലവർ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് മെന്നിന് വേണ്ടിയിട്ടുള്ള ഏതൊരു ടീമാണ്, ലൈക്ക് ഫേസ് കെയർ ബോഡി കെയർ ഒക്കെ ഉള്ള ഒരു ടീമാണ്. ആ ടീമിൽ പക്ഷെങ്കില് കൊടുത്തിരിക്കുകയാണ് ടോപ്പ് 10 ഫേസ് വാഷ് ഏതാണ്. അവര് ചിലപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക അവരുടേതായിരിക്കും. ടോപ്പ് 10 ഫേസ് വാഷ് മറ്റാ കണ്ടോ, വൈൽഡ് ഫ്ലവർ നാച്ചുറൽസ്, അവരുടെ ഫേസ് വാഷിന്റെ പേര് ഫസ്റ്റ് കൊടുത്തു. ബാക്കി അങ്ങോട്ടേക്ക് പോയതാ സെറ്റാഫിൽ ഉണ്ട്, ബാക്കിയുള്ള ഫേസ് വാഷിന്റെ കമ്പനീസ് ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മളിപ്പോ ഒരാള് കറക്റ്റ് ഒന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളുടെ ഇന്ത്യയിലാണ് SEOയിലേക്ക് ഇങ്ങനത്തെ ബ്ലോഗ് റൈറ്റിംഗ് കൂടുതൽ ചെയ്യുന്ന കമ്പനീസ് ഉള്ളത്. പക്ഷെ അവരൊക്കെ ചെയ്യുന്നത് യൂറോപ്പ്, US, GCC കൺട്രീസ് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഗൂഗിളിൽ പോയി നോക്കിയിട്ട് വാങ്ങുന്ന ആൾക്കാർ. പക്ഷെ US എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാനിപ്പോ എഴുതുന്നുണ്ട് US ഉള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട്. അത് എഴുതുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം മെയിൻ ആയിട്ട് ഈ സ്കിൻ കെയർ സാധനങ്ങൾ ഇല്ല, ബെല്ലി ഫാറ്റ് കുറക്കുന്നത്, അതിനെ കുറിച്ചായിരിക്കും. ബെസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എഴുതുക. പക്ഷെ ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതും, നിങ്ങൾക്ക് ഇത് റെഡി ആക്കണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി, അങ്ങനെ നമ്മൾ കൊടുക്കും. സോ അങ്ങനെ റൺ ചെയ്യുന്ന, അതായത് ബ്ലോഗ് റൈറ്റിംഗിലൊക്കെ റൺ ചെയ്യുന്ന ഇഷ്ടം പോലെ കമ്പനീസ് നമുക്കിപ്പോ ഉണ്ട്. അങ്ങനെ നമ്മൾ അവരെ പോയിട്ട് സീക്ക് ചെയ്താല് ഫ്രീലാൻസ് ആയിട്ട് ഇപ്പം ജസ്റ്റ് ലിങ്ക്ഡിനിൽ പോയിട്ട് ഫ്രീലാൻസ് കോണ്ടന്റ് റൈറ്റിംഗ് സെർച്ച് ചെയ്താൽ കുറെ ആൾക്കാർ വരും. അങ്ങോട്ട് പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, അങ്ങോട്ട് പോയിട്ട് ഇതാക്കുക, എന്നിട്ട് നമ്മളുടെ ഈ മീഡിയത്തിലും ബ്ലോഗറിലും ഒക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, അവർ നമ്മളെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുക. അതല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്ന് വിചാരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടിയിട്ട് കോണ്ടന്റ് എഴുതി കൊടുക്കുന്ന, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. ഇപ്പൊ കാണുന്നില്ലേ, ഒരു ഇൻഫ്ലുവൻസർ ഇപ്പൊ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ചുമ്മാ വന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്കൊന്നു ജിസ്മ വിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീമൊക്കെ ഉണ്ട്. അവര് ഒരു സ്ക്രിപ്റ്റിലൂടെ ആയിരിക്കും ആ സാധനം പറയുക. ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ളൊരു കോണ്ടന്റ് റൈറ്റർ ആയിരിക്കും. അവര് മാത്രല്ല, അവർക്ക് ഓൺ ടീമുണ്ട്. അതല്ലാതെ ബഡ്ഡിംഗ് ലെവലിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ നമ്മളെ സീക്ക് ചെയ്യും. ഇങ്ങനെ എഴുതുന്ന ആളാണെങ്കിൽ ഇല്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് പറയാം, ഞാൻ ഇങ്ങനെ എഴുതുന്ന ആളാണ്, നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി തരട്ടെ, ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് 2-3 നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് വരുമാനം ചെയ്യാൻ പറ്റും.
അങ്ങനെ സ്ക്രിപ്റ്റ് ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 2 മണിക്കൂർ ചെലവഴിച്ചാൽ ഒരു കിടിലം പോലത്തെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ സ്ക്രിപ്റ്റിന് ചുരുങ്ങിയത് ഒരു 800 റുപ്പീസ് വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം അവർക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. സോ അവരൊരു 1000 റുപ്പീസ് വരെ നമുക്ക് തരുന്നതിൽ ഒരു പ്രശ്നം അവർക്കും ഉണ്ടാവില്ല. ഇത്രയാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? എങ്ങനെയായിരിക്കുന്നോ എന്തായിരിക്കുന്നോ ഞാൻ പറഞ്ഞ എന്തിലെങ്കിലോ ഇല്ല അതല്ലാതെ എന്തിലെങ്കിലും ഒക്കെ? ഈ കോഴ്സിന് സർട്ടിഫിക്കേഷന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആ സർട്ടിഫിക്കേഷൻ നമ്മള് ലൈക്ക് ഫീഡ് ഇന്റർനാഷണലിന്റെ ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ആ സർട്ടിഫിക്കേഷനിൽ തന്നെ കോഴ്സിന് ലൈക്ക് എംപ്ലോയി ആയിട്ട് കയറിയ ജോബ് പ്ലേസ്മെന്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ആകുമ്പോൾ നമ്മളിപ്പം സർട്ടിഫിക്കറ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് ആൾക്കാർ കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന ടാസ്കിലായിരിക്കും. ഇയാൾ അത് വിചാരിച്ചിട്ട് സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇയാൾക്ക് പറഞ്ഞു തരാണ്. നമ്മള് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് ജസ്റ്റ് ഒരു പേപ്പർ വാല്യൂ മാത്രമായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കും. ഏതൊരു കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിലും ഏതൊരാൾക്കാർ നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മളെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിച്ച് നോക്കും. അല്ലാതെ അവർ നമ്മളെ കേട്ടില്ല. ഒരു ഇന്റേൺഷിപ്പിന് കയറുകയാണെങ്കിൽ വരെ ടാസ്ക് ചെയ്യിപ്പിച്ചിട്ട് നോക്കിയിട്ട് അത് നമ്മൾ ക്രാക്ക് ചെയ്താലേ നമ്മളെ കേറ്റുള്ളൂ. സോ ഏത് ടോപ്പ് ലെവൽ സ്ഥലത്ത് നിന്ന് പഠിച്ചിറങ്ങിയ ആളാണെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ അവരെ കയറ്റത്തില്ല. സോ സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് തന്നെ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് വീട്ടിൽ എത്തുക ചെയ്യുക സർട്ടിഫിക്കറ്റ്സ്. സോ അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? നമുക്ക് ഇതില് ജോബ് പിന്നെ ഏതെങ്കിലും ഒരു നിശയിൽ നമുക്ക് കിട്ടാണ്ടിരിക്കില്ലല്ലോ അല്ലേ പഠിച്ചു കഴിഞ്ഞാല്? പഠിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ നമ്മൾ സ്മാർട്ട് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരാളാണെങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളോട് ജോബ് ചോദിക്കത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പൊ പഠിച്ചിറങ്ങുന്നതിലേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും, ഞാൻ ഇതിലാണ് എക്സ്പേർട്ട്, ഓക്കെ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരെയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോ പറയുകയാണെങ്കിൽ ലിങ്ക്ഡിൻ അതിന് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമാണ്. നിങ്ങളിപ്പോ പഠിക്കുന്ന ടൈമിൽ തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ കറക്റ്റ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ജോയിൻ ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന സാധനങ്ങൾ ഞാൻ പഠിച്ചു, ഇന്ന സാധനങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു പോസ്റ്റ് നമ്മൾ ഇടുകയാണ്. അത് ചിലപ്പോൾ നമുക്ക് AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് വെച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റിങ്സ് മാത്രം ഇടാം. അങ്ങനെ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു 3 മാസം കഴിയുമ്പോഴേക്ക് അത്യാവശ്യം പോസ്റ്റ് നമ്മളുടെ ലിങ്ക്ഡിൻ പേജിൽ ഉണ്ടാവും, അത്യാവശ്യം കണക്ഷൻസ് നമുക്ക് ഉണ്ടാകും. കണക്ഷൻസ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ലിങ്ക്ഡിനിൽ നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങോട്ടേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാകും. അവരൊരു കണക്ഷൻസ് ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീലാൻസ് ആയിട്ട് അങ്ങോട്ടേക്ക് സീക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് തരുമോ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. നമ്മളടുത്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും പഠിക്കാൻ മൈൻഡുള്ള, ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരാളാണ് നമുക്കെങ്കിൽ നമ്മൾ സീക്ക് ചെയ്ത സാധനം എന്തായാലും കിട്ടും, അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. ഫീസ് സ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് ഈ കോഴ്സ് കഴിഞ്ഞ് ഈ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് അഡ്മിൻ റെജില എന്നാണ്, ഈ ഗ്രൂപ്പില് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട ആളാണ് റെജിലനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരും ബാക്കി അപ്ഡേറ്റ്സ്, അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോവാം. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇതാ ഫെബിൻ മാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇതുവരെ അഡ്മിഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ചാറ്റ്സ് കയറിയാൽ ആ അഡ്മിഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിലായിരിക്കും ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എന്താണ് ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടുക കേട്ടോ. ഈ റജില എന്ന് പറയുന്ന ആളുടെ നമ്പർ ഏതാണ്? 2-3 അഡ്മിൻസ് ഉണ്ടല്ലോ. ഈ ഗ്രൂപ്പില് നിന്നാ മതിയാവും. ഞാൻ മാത്രമേ അഡ്മിൻ ആയിട്ടുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സിൽ. ഞാൻ എന്തായാലും എന്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. ക്ലാസ് എന്നാ തുടങ്ങണേ?
ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി ജൂലൈ തന്നെ ആയിരിക്കും. അതും ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുക. അഡ്മിഷന്റെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും കേട്ടോ. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഫെബിൻ എന്നാണ് കേട്ടോ. അപ്പം നമ്മള് TQH ടെക്കിന്റെ കീഴിലായിക്കൊണ്ട് നമ്മള് ആക്ച്വലി ഇത് ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം നമ്മള് പിന്നെ മർക്കസ് ആയിഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇസ്ലാമിക് കോഴ്സുകൾ മാത്രമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ലെവലിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ IQL എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ കീഴിൽ തന്നെ ആയിക്കൊണ്ട് നമ്മൾ MTTC പിന്നെ ഫാസ്റ്റ് ട്രാക്ക് MTTC 6 മന്ത് കൊണ്ട് MTTC കംപ്ലീറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന, അങ്ങനെ ഒരു 3-4 കോഴ്സുകൾ, അതും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ലേഡീസിന് മാത്രമായി കൊണ്ടുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിലെ ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീട്ടിലൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒരുപാട് ലേഡീസിനുള്ള ആഗ്രഹമാണ്. ഞാനൊക്കെ കുറച്ച് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. എന്നാലും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വയ്യ, അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള ഒരു ടൈം എനിക്ക് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഹാൻഡ്സ് ഓൺ ആയിട്ട് കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ്. അപ്പൊ അതിനെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കാണാതെ നിങ്ങളൊരു നോർമൽ ഒരു ലെവലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പിന്റെ അസിസ്റ്റന്റിനെ വേണം. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം ഈ സിസ്റ്റം ഉപയോഗിക്കാൻ അറിയും, വാട്സപ്പുകൾ ഉപയോഗിക്കാനും, അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്യാനും, അഡ്മിഷൻ എടുക്കാനും, ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനൊരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോബ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ ടൈം ബൗണ്ടറിയിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരിത്. അതല്ല, ഇതിന് ഒരു ഹയസ്റ്റ് ലെവലിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ സ്വന്തമായിട്ടൊരു നിങ്ങൾക്കൊരു പിന്നെ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യണം, ഒരു വലിയ കമ്പനികളുടെ കീഴിലായിക്കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, അങ്ങനെ വന്നാലും ഇത് തന്നെയാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, നിങ്ങളിപ്പോ ചെറുതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല പറ്റിയ പ്ലാറ്റ്ഫോം TQH ടെക് തന്നെയാണ്. അതല്ല, നിങ്ങൾ വലിയ ഹൈ ലെവലിൽ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം TQH ടെക് തന്നെയാണ്. രണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ചും അഷീദനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബോട്ട് പിന്നെ ടോപ്പ് നിങ്ങൾക്ക് എത്തിച്ചേരാന്, നിങ്ങളെ ട്രെയിൻ ചെയ്ത് തരാന് അവള് കേപ്പബിൾ ആണ്. പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസോട് പറയാണ്, ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും പിന്നെ എന്താണ് ഡൗൺ ടു എർത്ത് എന്ന് പറയില്ലേ, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചറാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. ഓക്കെ അഷീദ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 മാസം നിങ്ങൾ ക്ലാരിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, പല ആളുകൾക്കുള്ള പ്രശ്നം അതാണ്, ക്ലാരിറ്റി ഇല്ല അവരുടെ ലൈഫിന് എന്നുള്ളതാണ്. നിങ്ങളുടെ ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളത് ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കണം. അപ്പം എല്ലാ മെത്തേഡുകളും എല്ലാതും നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് പിന്നെ നിങ്ങൾ ട്രെയിനിങ് പീരിയഡിൽ തന്നെ നിങ്ങളത് ചെയ്തു നോക്കി നിങ്ങളുടെ ഹാൻഡ്സ് ഓൺ വർക്കായിട്ട് അത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ഭംഗിയിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും കിട്ടും ചില സ്ഥലങ്ങളിൽ എത്തിയാൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോസ്റ്റർ മേക്കിങ്ങിന്റെ കാര്യം ഒരാൾ ചോദിച്ചല്ലോ, കാരണം അവർക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണ് അത്. ഓക്കെ, ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് അതിൽ പിന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആ കൊണ്ടുവന്നു കഴിഞ്ഞ് അത് വെച്ചിട്ട് നിങ്ങളുടെ CV നിങ്ങൾ മേക്ക് ചെയ്ത് അത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും കമ്പനികൾക്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ജോബ് ക്ലിയർ ആയിട്ട് കിട്ടും. അതല്ല, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് പറ്റിക്കപ്പെടുന്ന ഒരു ഏരിയ ആണിത്.
പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നിങ്ങൾ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ടാവും പലരും. പിന്നെ 2000 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, 4000 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതാ ഇപ്പം 3 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നിങ്ങൾ ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 റുപ്യ കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. എല്ലാവരും പറ്റിക്കുകയാണ്, എല്ലാവരും പറ്റിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രം ആരും ചെയ്യിപ്പിച്ചു തരൂല. അത് ഒരാളും ചെയ്യും. ഈ ഓൺലൈനിലൊക്കെ പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 500 രൂപക്കും ഈ പറഞ്ഞ് കണ്ടന്റ് വിൽക്കാൻ പറ്റും. കണ്ടന്റ് വിൽക്കുന്നതിന് 500 രൂപ 100 രൂപക്കും വേണമെങ്കിൽ കണ്ടന്റ് വിൽക്കാം. പക്ഷെ അത് പഠിപ്പിക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരു ട്യൂട്ടറെ കീഴിൽ നിങ്ങൾ അവരുടെ കീഴിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വാളിറ്റിയിൽ നിന്ന് വേണം നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങൾ സർവീസ് കൊടുക്കാൻ. എപ്പോഴും എല്ലാവരും ചോദിക്കും ഫ്രീ ആണോ എന്ന്. ഫ്രീ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സീറോ ആണ് അല്ലെ. ഫ്രീ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ എന്ന് പറയുന്നത് സീറോ ആണ്. അതിനൊന്നുമില്ല, അതിന് വാല്യൂ ഇല്ല. ഫ്രീക്ക് വാല്യൂ ഇല്ലല്ലോ. അപ്പൊ ആ ഫ്രീ ആണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പം അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഇല്ലാത്തൊരു സാധനമാണോ എനിക്ക് തരണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് നമുക്ക് തരാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്, നിങ്ങൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യണം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഇറക്കുക മാത്രമല്ല, നിങ്ങൾ ടൈമും ഇറക്കണം. നിങ്ങളുടെ ടൈം, ക്വാളിറ്റി ടൈം നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ നിന്ന് കിട്ടേണ്ടുന്ന ജനറേറ്റ് ചെയ്യേണ്ടത് എന്താണോ, നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ആ ഒരു ടൈം എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്, അതാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങള് ഫ്രീ ആണ്, ഇത് ഫുള്ള് ഫ്രീ ആണ്. പക്ഷെ നിങ്ങളെ ടൈമിന് നിങ്ങൾ എത്രയാണ് വാല്യൂ കൊടുക്കുന്നത്, ആ ടൈമാണ് നിങ്ങളുടെ ജീവിതമാർഗം. ആ ടൈം നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, ഈ ഒരു 3 മാസം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 ലക്ഷം ഉണ്ടാക്കാം, 10 ലക്ഷം ഉണ്ടാക്കാം, 1 കോടി ഉണ്ടാക്കാം. ആ വാല്യൂ നിങ്ങൾ എത്രയാണ് നിങ്ങൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഫീസ് എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത് എന്നുള്ളത്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് 4500 രൂപ വെച്ചിട്ട് 3000 രൂപ വെച്ചിട്ടാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് 4500 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ആളുകൾ ഇതിൽ ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ആവുന്നുണ്ടോ അത്രയും സമയം ചെലവഴിക്കുന്ന ഒരു ടീച്ചർക്കുള്ള ടീച്ചറുടെ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേടിയെടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പൈസ പറയാത്തത്. എത്ര കുട്ടികൾ ജോയിൻ ആവുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഫീസ് സ്ട്രക്ചർ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇതൊരു ഒളിച്ചു കളിക്കുന്ന ഒരു ഏരിയ ഒന്നല്ല. നമുക്കൊക്കെ എന്താ പറയാ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്, നമുക്കെല്ലാം ക്ലാരിറ്റിയിൽ പോകുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യൂ, എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിന് ഒരു ഓവറോൾ ഒരു പാക്കേജ് ഉണ്ട്, ഒരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് എന്തായാലും വരുന്നുണ്ട്. ആ എക്സ്പെൻസിനെ നമ്മൾ 3 മാസം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എത്ര രൂപ വരും എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ സാറ്റർഡേസിലും ആണ് വെക്കാറുള്ളത്. നമ്മൾ സാറ്റർഡേസിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. ചിലപ്പോൾ രാത്രിയിൽ എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ടൈം ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വെക്കും, അല്ല പകലാണെന്നുണ്ടെങ്കിൽ പകൽ വെച്ച് തരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ആ ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഇൻസ്റ്റാ പേജ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പേജ് ഉണ്ടാക്കുക, ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് സ്വന്തമായിട്ട് ഇൻസ്റ്റാ പേജ് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാതും പറ്റും. എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറ്റും. എത്ര വേണം എന്നുള്ളത് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അതിന്റെ ഡ്രീം നിങ്ങൾ കാണുക, ആ ഡ്രീം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായിട്ടും ആ ഡ്രീം ഫുൾഫിൽ ആവുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. ഞാൻ എന്റെ പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രീം ഞാൻ എഴുതും. ആ ഡ്രീം എഴുതുന്നത് അന്ന് മുതൽ
സുബ്ഹാനല്ലാ ആ ഡ്രീം അത് ഫുൾഫിൽ ആവാറുണ്ട്. അത് അത് ആക്കി തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളാണ് കാണേണ്ടത്. അള്ളാഹ്ക്ക് ബൗണ്ടറി ഇല്ല, നമുക്കാണ് ബൗണ്ടറി ഉള്ളത്. അപ്പൊ നമ്മളാണ് അതിന് എത്ര വേണം എന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. അപ്പൊ ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ചേരുക കേട്ടോ. അപ്പൊ അഷിത, താങ്ക് യു വെരി മച്ച്. പിന്നെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. കാരണം ഇത് ഫ്രീ ആയിട്ട് പോലും പുറത്ത് കിട്ടാത്തൊരു കാര്യമാണ്, ഈവൻ ഈ ഓറിയന്റേഷൻ പോലും. അപ്പം അത് ഇത്രയും സമയം എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നതിന് ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുന്നതാണല്ലോ അല്ലെ? ജോയിൻ ചെയ്യുന്നവര് ആ ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാട്ടോ. പിന്നെ ചെറിയ 10th കഴിഞ്ഞ കുട്ടികള്, 12th കഴിഞ്ഞ കുട്ടികള്, അവർക്കൊക്കെ ഇത് പറ്റൂട്ടോ. അവർക്കൊക്കെ, കാരണം നമ്മളെ കൂടെ ഒരു 12 വയസ്സുള്ളൊരു മോനുണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചില്. അപ്പം ആ കുട്ടി വരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കേഷനാണ്. നിങ്ങൾ അബ്രോഡ് പോയാലും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും ജോബിനൊക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ചേരാത്തവര് പിന്നെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ റെഫറൻസെങ്കിലും കൊടുക്കണം. അതുകൂടി ഇതിന്റെ കൂടെ പറയാണ്. കാരണം നമുക്ക് വളരേണ്ടതുണ്ട്. നിങ്ങളെ ഡ്രീം കാണാൻ പഠിപ്പിച്ച പോലെ തന്നെ ഞാനും എനിക്ക് വേണ്ടിയിട്ടും ഡ്രീം കാണുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷന് വേണം. ചിലപ്പോൾ അറിയാത്ത വഴിയിലൂടെ ഒക്കെ ആയിരിക്കും ഞങ്ങളിലേക്ക് ആളുകൾ എത്തുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ചെറിയൊരു സഹായം ഞങ്ങൾക്കും വലിയ മാറ്റം ഉണ്ടാക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. ഏത് മതക്കാർക്കും ചെയ്യാലോ അല്ലെ? എല്ലാവർക്കും ചെയ്യും, എല്ലാവർക്കും ജോയിൻ ചെയ്യും. ഇതിന്റെ കൂടെ എനിക്ക് വേറൊരാളെ കൂടെ ഇതിന്റെ പേര് പറയണം. ഞാൻ എന്റെ ഗ്രൂപ്പില് ഒരു സഹോദരി, സിസ്റ്റർ ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഇത് പറഞ്ഞു തരാം കേട്ടോ. ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവര് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നോക്കി. എല്ലാ സ്ഥലത്തും ഭയങ്കര ഫീസാണ് പറയുന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇതിന്റെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ ഒരാളെ പഠിപ്പിക്കാൻ മാത്രം എനിക്ക് കഴിവ് എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പഠിച്ചതാട്ടോ, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ചു വന്നതാ. അപ്പം അവര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച സമയത്ത് അവര് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാലോ. അപ്പൊ എത്ര ആവും ഫെബിൻ? അപ്പൊ എനിക്ക് ഇതിന്റെ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് 3000 രൂപക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് അത്ഭുതം, 3000 രൂപക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു ചെയ്യാലോ എന്നാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അതിനൊന്നും അതിന്റെ ക്വാളിറ്റി കൊണ്ട് ശരിക്കും 1 ലക്ഷം റുപ്യ കൊടുത്താൽ പോലും കിട്ടാത്ത അത്രയും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അത് അവളൊരു നിമിത്തമായിരുന്നു, ഷെറിന് എനിക്കൊരു നിമിത്തമായിരുന്നു. പക്ഷെ ഇന്ന് 3ാമത്തെ ബാച്ചിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇത്രയും ആളുകൾ പഠിച്ചതിൻ്റെയും ഇത്രയും ആളുകൾക്ക് ജോബ് കിട്ടിയതിൻ്റെയും ഇത്രയും ആളുകൾ അവരുടെ ജീവിതമാർഗം കണ്ടെത്തിയതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഹക്ക് അവൾക്കായിരിക്കും പോകുന്നത്, ഞാൻ പോലും അറിയാതെ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സപ്പോർട്ടായിരിക്കും. പക്ഷെ ആ സപ്പോർട്ട് ചിലപ്പം നിങ്ങളുടെ ഖബർ വരെ എത്തുന്ന അത്രയും നല്ല പിന്നെ എന്താ പറയാ ജാരിയായ സദക്കയായിട്ട് അത് മാറാം. ഓക്കെ, അപ്പൊ അതൊന്ന് അറിയിച്ചതാണ്. അവളെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സിന്റെ ഏത് ഭാഗത്തേക്ക് എത്തിയാലും അവളുടെ ഒരു സപ്പോർട്ട് ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.